നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച ഗാന ശുശ്രൂഷയോടെ ആരംഭിക്കാം. നമ്മുടെ തലകളെ ദൈവത്തിൽ വണക്കാം. നമുക്ക് അല്പനിമിഷം ഒരുമിച്ച് ചേർന്ന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ ഹൃദയംഗമായി. ഈ ഹോളിന് പുറത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഹോളിനകത്തേക്ക് കയറി വന്ന് ക്രമീകരിക്കപ്പെട്ട ഇരിപ്പിടങ്ങളിൽ ഇരിക്കണമെന്ന് ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. തലകളെ വണക്കി ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി അല്പനിമിഷം ഒരുമിച്ച് ചേർന്ന് സ്തോത്രം ചെയ്യുക. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താൽ നമ്മൾ കർത്താവിലാണ്. ദൈവസാന്നിധ്യത്താൽ വളരെ അനുഗ്രഹീതമായ ഈ രാത്രിക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ശാലേം IPC ചർച്ച് PYPയുടെ നേതൃത്വത്തിൽ ക്രമീകരിക്കപ്പെട്ട ഈ അനുഗ്രഹിക്കപ്പെട്ട യോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ കർത്താവിൻ്റെ ദാസന്മാരായി ദൈവമക്കളായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എത്ര സന്തോഷമാണ് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി പങ്കിടുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാവൂ. ഹല്ലേലൂയ. ശാലേം IPC ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന അനുഗ്രഹീത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിൽസൺ മത്തായി ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മോട് അറിയിക്കേണ്ടതിന് ദൈവാത്മാവിനാൽ അയക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബി മോഹനച്ചൻ അവറുകൾ, മറ്റേ കർത്താവിന്റെ ദാസന്മാർ എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് രാത്രി ദൈവം മുമ്പാകെ നാം ആയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ക്രിസ്തീയ പ്രസംഗത്തിന്റെ കേന്ദ്ര വിഷയവും ആത്മീയ ശുശ്രൂഷയുടെ ആത്യന്തിക ഉദ്ദേശവും എന്തെന്ന് ധന്യനായ പൗലോസ് ശ്ലീഹ കൊലോസ്യ ലേഖനത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്: അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ക്രിസ്തീയ പ്രസംഗത്തിന്റെ കേന്ദ്ര വിഷയമായ ക്രിസ്തുവിനെ കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉയർത്തുമ്പോൾ നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി നാം ഓരോരുത്തരും ഈ രാത്രി ഒരല്പം കൂടെ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുവാൻ കാരണമായി തീരുമെങ്കിൽ നാം ഒരുമിച്ചായിരിക്കുന്നത് നിശ്ചയം നമുക്ക് അനുഗ്രഹമായി തീരും. ദൈവത്തിന് സ്തോത്രം. ആമുഖമായി അധിക വാക്കുകൾ പ്രസ്താവിക്കാതെ കർത്താവിന്റെ ദാസന് ശുശ്രൂഷ കൈമാറുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നാം മനസ്സിലാക്കുന്നത് പോലെ ഏതൊരു കാലഘട്ടത്തെക്കാളും ആത്മീയ ലോകത്തിൽ പ്രസംഗകർ പെരുകിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. സ്വയപ്രഖ്യാപിത പ്രസംഗകരും ജനപ്രിയ പ്രസംഗകരും ഒക്കെ ഒരുപാടുള്ള ഈ തലമുറയിൽ ദൈവത്തിന്റെ നാവായി നിൽക്കുന്ന ഒരു കൂട്ടം അഭിഷക്തന്മാരെ ദൈവം അവിടങ്ങളിൽ എഴുന്നേൽപ്പിച്ചു നിർത്തുകയും തന്റെ കരങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ പ്രസംഗ വേദികളിൽ വ്യത്യസ്ത ശബ്ദമായി ഈ കാലഘട്ടത്തിൽ ദൈവകരങ്ങളിൽ ശക്തിയോടുകൂടെ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബി മോഹനച്ചനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന നമുക്കാർക്കും കർത്താവിന്റെ ദാസൻ അപരിചിതനല്ല. കഴിഞ്ഞ രാത്രി എന്നല്ല, കഴിഞ്ഞ അനേക നാളുകളായി കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്നു. തന്നിലൂടെയുള്ള വചനങ്ങൾ നമുക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് ഒരു അനുഗ്രഹമാണ്. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ രാത്രി സർവാത്മന കർത്താവിന്റെ ദാസനെ നമ്മുടെ നടുവിൽ സ്വാഗതം ചെയ്ത് ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾക്കായി ഈ അവസരത്തിൽ ഞാൻ ക്ഷണിക്കുന്നു. കരഘോഷത്തോടെ കർത്താവിന്റെ വലിയ ദാസനെ നമുക്ക് ക്ഷണിക്കാം. സ്തോത്രം ചെയ്യാം. ഒരിക്കലൂടെ ശക്തിയോടെ നിശബ്ദതയ്ക്കായി മുതുവാനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യ വിസ്തൃതിക്ക് അധ്വാനിക്കുന്ന അഭിഷിക്തന്മാരെ കർത്തൃദാസന്മാർക്കും ഈ രാത്രി ദൈവനികൽവിക്കായി വന്നിരിക്കുന്ന എല്ലാ ശിശുമാർക്കും കുഞ്ഞുങ്ങൾക്കും ധനനായ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം നൽകുകയാണ്. ദൈവവചനവും യേശുവിന്റെ സാക്ഷി നിമിത്തം ഈ രാത്രി നിങ്ങളുടെ മധ്യയിരിക്കാൻ കർത്താവുന്ന വിലയേറിയ അവസരം ഞാൻ കർത്താവിനെ വാഴ്ത്തിലർപ്പിക്കുന്നു. വിശേഷിച്ച യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തൻ അനീതനായ കർത്തൃദാസൻ മത്സരത്തായിവരുടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, വളരെ നാളുകളായി അദ്ദേഹം ഇപ്പോൾ സ്റ്റേറ്റ്സിൽ അനേക വേദികളിൽ കർത്താവിനെ ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തുമായിരിക്കും കേട്ടിൽ വളരെ സന്തോഷം. ഈ ലോക്കൽ സഭയുടെ സൂക്ഷികൻ പാസ്റ്റർ മത്സരത്തായി ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നാട്ടിൽ വന്ന കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീത ഗായക സംഘത്തെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രിയരായ പലരിവിടെയുണ്ട്.
നിങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ശക്തിയോടെ സ്ഥാപിച്ചു. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ കഴിഞ്ഞ രാത്രി നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 3:9 വാക്യങ്ങൾ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഈ രാത്രിയുടെ നിശബ്ദതയ്ക്ക് അങ്ങ് വാഴ്ത്തുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നമ്മളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി നമ്മുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോയാൽ സ്തോത്രം. വലിയ ദൈവശക്തി ഹാളിൽ വ്യാപരിക്കണം കർത്താവേ. തൊട്ടടുത്ത ഹാളുകളിൽ ഇരിക്കുന്നവരോടും ദൈവകാലത്ത് സ്പർശിക്കുന്ന രാത്രിയാകണമേ. വന്നതുപോലെ തന്നെ വലിയ വിടുതലോട് ഈ ഹാൾ വിട്ട് മടങ്ങുവാൻ ഞങ്ങൾ ഇടയാകണം. നിന്റെ ശക്തി, നിന്റെ കരം ഞങ്ങളുടെ മധ്യ വെളിപ്പെടുന്ന ഓർത്ത സ്തോത്രം. നമ്മുടെ പരിശുദ്ധാത്മാവിന് ഇടപെടാൻ പോയാൽ സ്തോത്രം. പ്രാർത്ഥനകളായി സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോട് സ്തോത്രം ചെയ്യാം. നഷ്ടപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ് എന്നതായിരിക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവാണ്. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും എന്നതിന് 7 സാക്ഷ്യത്തെളിവുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. 1 പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 2 പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം, 3 സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം, 4 ദൈവസഭയുടെ സാക്ഷ്യം, 5 കർത്തൃമേശയുടെ സാക്ഷ്യം, 6 സ്വർഗദൂതന്മാരുടെ സാക്ഷ്യം, 6 പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം, 7 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാക്ഷ്യം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയ സഹോദരി സഹോദരന്മാരെ, അനവധി മഹാരഥന്മാർ ഇവിടെ മരിച്ചു മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവരാരും പറയാത്തൊരു വാചകം പറഞ്ഞിട്ട് പോയത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹിറ്റ്ലർ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്, മുസോളിനി പറഞ്ഞ് ഞാൻ മടങ്ങി വരാമെന്ന്, കാർൽ മാക്സ് പറഞ്ഞ് ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞില്ല, ലെനിൻ പറഞ്ഞില്ല, എംഗൽസ് പറഞ്ഞില്ല, സഞ്ജയ്ജി പറഞ്ഞില്ല, ഗാന്ധിജി പറഞ്ഞില്ല, നെഹ്റുജി പറഞ്ഞില്ല, ഇന്ദിരാജി പറഞ്ഞില്ല, മുഹമ്മദ് നബി പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്. ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവ് ഉണ്ടെങ്കിൽ അത് യേശു മാത്രമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ്, യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു എവിടെ ജനിക്കുമെന്ന പ്രവചനമുണ്ടായിരുന്നു, എവിടെ വളരുമെന്ന പ്രവചനമുണ്ടായിരുന്നു, എവിടെ മരിക്കുമെന്ന പ്രവചനമുണ്ടായിരുന്നു, മരണശേഷം അവൻ്റെ അവസ്ഥ എന്താകുമെന്ന പ്രവചനമുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുമ്പോഴും നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്ത് നിവർത്തിയാകുവാൻ ഇങ്ങനെ സംഭവിച്ചു. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തിരുവെഴുത്തിൻ്റെ നിവർത്തിയായിരുന്നെങ്കിൽ എൻ്റെ ദൈവം അറിയാതെ അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കില്ല. നമ്മളൊരു പാട്ട് പാടാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടൊക്കെ നല്ലതാണ്. എന്താ പാട്ടെന്നറിയാമോ? എന്തലയിലെ മൂടികളുമെല്ലാം നിർണയമാവേ ശക്തിയോടെ ഓ എന്താലയിലെ നിർണയമാവേ നീ അറിയുന്നു ഒന്നാലിൽ നിലത്തു വീണിടണമെങ്കിൽ ഒന്നാലിൽ നിലത്തു വീണിടണമെങ്കിൽ നമ്മുടെ തലയിലെ മുടിയല്ല ഒന്ന് പറയുന്നേ. തലയിലെ മുടി എണ്ണി എത്ര പേരുടെ ഇരിപ്പുണ്ട്? തലയിൽ എത്ര മുടിയുണ്ടെന്ന് അറിയാവോ? പറ, ആൻസർ പറ. തലയിലെ മുടി എണ്ണി ഒരാളും ഉണ്ടോ? പരസ്യമായി തലമുടി എണ്ണരുത്, വല്ലവരും കൊണ്ടുവന്ന് വല്ലവരോട് അഡ്മിറ്റ് ആക്കും. തലയിൽ എത്ര മുടിയുണ്ടെന്ന് നമുക്കറിയാമോ? അറിയില്ല. ഈ ഒരു ഇംഗ്ലീഷ് മാഗസിൻ വായിച്ചപ്പോൾ ഞാനതിൽ വായിച്ചു, പ്രായപൂർത്തിയായ ഒരാളുടെ തലയിൽ 3 ലക്ഷം തലമുടി നാര് കാണും. എത്ര ലക്ഷം? വായിച്ചപ്പോഴായി പാട്ടിൻ്റെയും വാക്യത്തിൻ്റെ അർത്ഥം പിടികിട്ടിയത്. ഈ ഹോളിൽ വന്ന ദൈവപൈതലേ, 3 ലക്ഷം തലമുടി നാലിലൊന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെന്നേ. ഒരു തലം മാത്രമുള്ള നിന്റെ തലവേദന കർത്താവ് അറിയുന്നത്.
3 ലക്ഷം തലമുടിനാൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ ഒരു ഹൃദയം മാത്രമുണ്ട്. ഹൃദയത്തിന്റെ വേദന കർത്താവ് അറിയുന്നില്ല. 3 ലക്ഷം തലമുടിനാൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ ഒരു വയറ് മാത്രമുണ്ട്. വയറിന്റെ വിശപ്പ് ദൈവം അറിയുന്നില്ലയോ? നിന്റെ 2 കുഞ്ഞുങ്ങളുടെ പ്രായം ദൈവം അറിയുന്നില്ലയോ? ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കില്ല. എന്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കുകയില്ല. എന്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടുകയില്ല. ആ കൈയൊന്ന് അടിച്ച പാട്ടെന്ന് പാടാം. യെസ്. ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ല. ദോഷം ചെയ്യുവാൻ ഇന്നെനിക്കു വന്നു നേരിടുന്ന എല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്ന എല്ലാം ഗംഭീരമായിരുന്നു. കർത്താവ് അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കില്ല. കൈ ഉയർത്തിയായിട്ട് സ്തോത്രം പറഞ്ഞാൽ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ കർത്താവ് ജനിച്ചതുപോലെ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല. നമ്മുടെ കർത്താവ് ജീവിച്ചതുപോലെ ലോകത്തിൽ ആരും ജീവിച്ചിട്ടില്ല. നമ്മുടെ കർത്താവ് മരിച്ചതുപോലെ ലോകത്തിൽ ആരും മരിച്ചിട്ടില്ല. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ലോകത്തിൽ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ പോകുന്ന പോലെ ലോകത്തിൽ ആരും മടങ്ങി വരാൻ പോകുന്നില്ല. ഇത്രയും ശക്തിയുള്ളത് നിങ്ങൾക്ക് സ്തോത്രം പറയാം. ലോകത്തിൽ അനേക മഹാരഥന്മാരുടെ സെമിത്തേരികൾ, കല്ലറകൾ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. 2 ലോക മഹായുദ്ധങ്ങളെ അതിജീവിച്ച ജർമ്മനിയിലെ കൊളോൺ എന്ന പട്ടണത്തിൽ ഞാൻ ദൈവം പ്രസംഗിക്കുകയുണ്ടായി. കൊളോൺ എന്ന പട്ടണത്തിൽ വളരെ വിശദമായ ഒരു വലിയ പള്ളിയുണ്ട്. ഏതാണ്ട് 300-400 ഏക്കർ വരുന്ന ഒരു സ്ഥലത്തൊരു പള്ളി. അതിൻ്റെ ഓരോ കല്ലുകളും കൊത്തുപള്ളി വളരെ മനോഹരമാണ്. ലോകത്തിലെ 15 അത്ഭുതങ്ങൾ ഒന്നായി കണക്കുകൂട്ടാം. പക്ഷേ ഈ പള്ളിയുടെ താഴെ മുഴുവൻ കല്ലറകളാണ്. ജർമ്മനിയിലൂടെ വീരന്മാരുടെ, യുദ്ധവീരന്മാരുടെ, ബുദ്ധിരാക്ഷസന്മാരുടെ, ഭരണാധികാരിയുടെ കല്ലറകളാണ്. ആ കല്ലറകൾ സ്വർണ്ണപ്പേടകത്തിൽ, വെള്ളിപ്പേടകത്തിലൊക്കെ അടക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ ചെന്നാൽ അവിടെ അനേക കല്ലറകൾ കാണാം. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ മഹാരഥന്മാരുടെ കല്ലറകൾ, ഇംഗ്ലണ്ട് ഭരിച്ച
വലിയ ഉന്നതന്മാരുടെ ചക്രവർത്തിമാരുടെയൊക്കെ കല്ലറകളോടെ കാണുവാൻ കഴിയും. റഷ്യയിൽ റെഡ് സ്കോറിൽ ചെന്നാൽ അവിടുത്തെ കല്ലറയിൽ റഷ്യയിലെ ചക്രവർത്തിമാരുടെ കോടീശ്വരന്മാരുടെ കല്ലറ കാണാം. അമേരിക്കയിൽ ചെന്നാൽ അവിടുത്തെ വാഷിംഗ്ടണത്തിന് തൊട്ട് മുമ്പിൽ ഏതാണ്ട് 10-200 ഏക്കർ വിസ്തൃതിയുള്ള വലിയൊരു സെമിത്തേരിയുണ്ട്. എങ്ങനെ നോക്കിയാലും ഒരുപോലെ അടക്കിയിരിക്കുന്ന കല്ലറകളോടെ കാണാം. ലോകം കണ്ട ഉന്നതന്മാരായ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള വൻപന്മാരുടെ കല്ലറകൾ അവിടെ കാണാം. നമ്മുടെ ഡൽഹിയിൽ ചെന്നാൽ, ശക്തിസ്ഥലിൽ ചെന്നാൽ അവിടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ഉൾപ്പെടെ ഉള്ളവരുടെ കല്ലറകൾ കാണാം. ഇവിടെ മക്കയിൽ ചെന്നാൽ മുഹമ്മദ് നബിയുടെ കല്ലറ കാണാം. കേരളത്തിൽ വന്നാൽ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ കല്ലറ വർക്കലയിൽ കാണാം. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ പറഞ്ഞ ഏകദേശമുള്ള സ്ഥലങ്ങളിലെല്ലാം പാരീസിൽ ഒക്കെ അവിടെയുള്ള വൻപന്മാരുടെ, ഫ്രാൻസിന്റെ തലസ്ഥാനമായി പാരീസിൽ വൻപന്മാരുടെ കല്ലറയുടെ മുമ്പിൽ ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷേ ഈ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഭൂലോകത്തിന്റെ മധ്യഭാഗമായ പലസ്തീനിൽ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു. അത് മറ്റാരുടെയും കല്ലറയല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കല്ലറയാണ്. അത്ര ഒരു ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. ലോകത്തിലെ സകല മഹാന്മാരുടെയും കല്ലറയുടെ മുകളിൽ അവരുടെ ജനനം, അവരുടെ മരണം, അവരുടെ അടക്കം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കല്ലറയുടെ മുകളിലല്ല, അവന്റെ കല്ലറയുടെ അകത്ത് എഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് രാത്രി വന്നിരിക്കുന്നത് മരിച്ച കർത്താവിന്റെ മുമ്പിലല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മുമ്പിലാണ്. കൈ ഉയർത്തി പറ, എന്റെ യേശു ജീവിക്കുന്നു. അവന് രാത്രി എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എന്റെ കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറ്റിയിരുന്നല്ല നമ്മുടെ ഇരിക്കുന്ന വിശുദ്ധ ബൈബിൾ. പിന്നെയോ ബൈബിളിനനുസരിച്ച് കാലഘട്ടം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. വർത്തമാനപത്രവും ടിവിയും ഇന്നലെ എന്ത് നടന്നു നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ രാവിലെ നടന്നു വൈകിട്ട് പറയുന്നു. ലൈവ് ടെലികാസ്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നു, ഇപ്പോൾ പറയുന്നത് വരാം. എന്നാൽ നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ പത്രത്തിന് കഴിയില്ല, ടിവിക്ക് കഴിയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇന്നേ നമ്മോട് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതത്രേ വിശുദ്ധ വേദപുസ്തകം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരും മുമ്പ് ഭൂമിയിൽ സംഭവിക്കേണ്ട 96ഓളം ഇൻസിഡൻസ്, അടയാളങ്ങൾ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വിഷയം ജീവാവസാനവും ലോകാവസാനവും എന്നാണ്. കഴിഞ്ഞ രാത്രി വായിച്ചു കേൾപ്പിച്ചു. കർത്താവിന്റെ യോജിച്ച വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ന്. ഇത് രണ്ടും ഒന്നോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവ് 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 10 അടയാളങ്ങൾ പറഞ്ഞു. 14-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, അപ്പോൾ അവസാനം വരും. 96 അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമ്മുടെ കർത്താവിന്റെ വരവിന് മുമ്പായി നടക്കേണ്ടത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 96 അടയാളങ്ങളെ വേദപുസ്തകം 4 തിരിക്കുന്നു. 1 പ്രാവഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 യഹൂദിയ ലക്ഷണങ്ങൾ, 4 മാർക്കീയ ലക്ഷണങ്ങൾ അഥവാ ദൈവസഭയെ സംബന്ധിച്ച്. അതായത് യേശു കർത്താവിന്റെ മടങ്ങി വരവെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിന്റെ മടങ്ങി വരവെടുക്കുമ്പോൾ യഹൂദ ജാതിയുടെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിന്റെ വരവെടുക്കുമ്പോൾ ജാതീയ മണ്ഡലത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിന്റെ വരവെടുക്കുമ്പോൾ ക്രിസ്തീയ സഭയുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് മുന്നമേ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം ഒന്നിച്ചു പഠിച്ചാൽ നമ്മുടെ കർത്താവ് അടുക്കൽ യേശു വരാറായെന്ന് എത്രയോർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് രാത്രിയിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞ, ഇന്നേക്ക് 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു സംഭവം, പ്രാവഞ്ചികമായ ഒരു ലക്ഷണം ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യം ഇവിടെ വായിച്ചു കേൾപ്പിക്കും. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യം. യേശു പറഞ്ഞ, കർത്താവ് തന്നെ തിരുമായി വഴി പറഞ്ഞതാണ്. വായിച്ചാട്ട്, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അടുത്തത്, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. യേശു കർത്താവിന്റെ വടകിൽ എടുക്കുമ്പോൾ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അടുത്ത പദം, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. യേശു കർത്താവിന്റെ വരവെടുക്കുമ്പോൾ ജാതികൾക്ക് നിരാശ വർദ്ധിക്കും, ഭയം വർദ്ധിക്കും, പരിഭ്രമം വർദ്ധിക്കും. ലോകം മുഴുവൻ ഭയത്തിലാണ്, ലോകം മുഴുവൻ പരിഭ്രമത്തിലാണ്, ലോകം മുഴുവൻ നിരാശയിലാണ്. കർത്താവ് പറഞ്ഞു, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ കരയെ ഇളക്കും, കടലിനെ ഇളക്കും, ആകാശത്തെ ഇളക്കും. അടുത്ത വാക്യം ദൈവമക്കളുടെ പ്രത്യാശയാ, സകല രാജ്യത്തിന്റെയും മനോഹര വസ്തുവായവൻ വരികയും ചെയ്യും. കരയിളകി തുടങ്ങിയിരിക്കുന്നു, കടലിളകി തുടങ്ങിയിരിക്കുന്നു, ആകാശം ഇളകി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇളക്കമില്ലാത്ത രാജ്യം സ്ഥാപിപ്പാൻ നമ്മുടെ കർത്താവ് ഇറങ്ങി വരാറായി. പ്രൈസ് ദി ലോർഡ്.
ഇവിടെ ഒരു പദം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒരു കാലത്ത് പെന്തക്കോസ്തുകാർ പോലും വായിച്ച് മനസ്സിലാകാതെ തട്ടിക്കളഞ്ഞൊരു പദമുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ഒരു 4-5 വർഷം മുമ്പ് വരെ നമുക്ക് പലർക്കും ഈ വാക്യം വായിച്ചാൽ മനസ്സിലാകില്ലായിരുന്നു. കടൽ ഇളകുമ്പോൾ ലോകം ഇളകും. കടൽ ഇളകുമ്പോൾ ജനത്തിന് പരിഭ്രമമുണ്ടാകും. എന്തുകൊണ്ട് കടൽ ഇളകുമ്പോൾ ലോകമിളകും? എന്തുകൊണ്ട് കടൽ ഇളകുമ്പോൾ ജനത്തിന് പരിഭ്രമം ഉണ്ടാകും? കഴിഞ്ഞ ഞാൻ പറഞ്ഞു, ഒരു 5 വർഷം മുമ്പ് വായിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം, കടൽ ഇളകിയാൽ ലോകമിളകും, ദോഹ ഇളകും. ഇളകാത്തവനൊക്കെ ഇളകാൻ പോവാ. എന്താ കാര്യം? കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിലെ സുമത്ര എന്ന ദ്വീപിൽ ഒരു ഭൂമികുലുക്കമുണ്ടായി. ആ ഭൂമികുലുക്കത്തോടനുബന്ധിച്ച് സുനാമി എന്ന രാക്ഷസ തിരമാല ഉയർന്നു. ആ പ്രതിഭാസം ഈ നൂറ്റാണ്ടുള്ളവർ ആദ്യമായി മനസ്സിലാക്കിയാണ്. കൊന്ന തെങ്ങിന്റെ പൊക്കത്തിൽ തിരമാല ഉയരുന്നു. 5 നില കെട്ടിടങ്ങളുടെ പൊക്കത്തിൽ തിരമാല ഉയരുന്നു. അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് 2 ലക്ഷം ആളുകളെ കടൽ വിലങ്ങി. 32 രാജ്യങ്ങളെ സുനാമി തിരമാല എഫക്ട് ചെയ്തു. 2 മണിക്കൂർ കൊണ്ട് 2 ലക്ഷം ആളുകൾ ഭൂമിയിൽ നിന്ന് കാണാതെയായി. ഈ രാത്രി വിളിക്കുന്ന ദൈവമക്കൾ ഓർത്തോണം, ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നത് നമ്മൾ അടുത്ത പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് തമ്പുരാന്റെ കരുണയായി. സകലയോട് ദൈവത്തിൽ സ്തുതിക്കുന്നു. ഇതെല്ലാം ശ്രദ്ധിക്കണം. അന്ന് അമേരിക്ക പറഞ്ഞു, ഞങ്ങൾ സേഫാണ്, ഒരു കുഴപ്പമില്ല. ഏഷ്യ മൈനറിൽ 32 രാജ്യങ്ങളെ സുനാമി എഫക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അധികം താമസിയാതെ അവിടെ ന്യൂ ഓർലൈൻസ് എന്ന പട്ടണത്തെ, അമേരിക്കയുടെ ന്യൂ ഓർലൈൻസ് എന്ന പട്ടണത്തെ സുനാമി വിഴുങ്ങി. കത്രീന എന്നും റീത്ത എന്നും ഒക്കെ നല്ല പെൺപിള്ളാരുടെ പേരൊക്കെ വിട്ടു, കത്രീന, റീത്ത എന്നൊക്കെ. ഈ ആന തുമ്പിക്കൈ കൊണ്ട് വന്ന് തെങ്ങ് വീഴുന്നുകൊണ്ട് പോകുന്ന പോലെ ഈ രാജ്യത്തെ ഈ ഒരു സ്റ്റേറ്റ്, ഒരു സ്ഥലത്തെ അങ്ങ് കൊണ്ടുപോയി ന്യൂ ഓർലൈൻസിനെ. എത്ര ആളുകൾ മരിച്ചിട്ടുണ്ടെന്ന് ഇതുവരെ അറിഞ്ഞുകൂടാ. കാരണം അമേരിക്കയുടെ കാര്യമായതുകൊണ്ട് ആരും അറിയത്തില്ല. നമ്മുടെ കാര്യമാണ് എല്ലാവരും അറിയുകയും ചെയ്യും. പക്ഷെ അധികം താമസിയാതെ ഇത് വികാസത്തിലൂടെ പ്രസംഗിക്കുന്ന ഞാനും ഉണ്ട്, ഒത്തിരി അവിടെ ആ സമയത്തുണ്ട്. അവരുടെ അടുത്ത കാറ്റ് ഹൂസ്റ്റൺ പട്ടണം നേരെ അടിക്കാൻ തുടങ്ങി. ഹൂസ്റ്റൺ പട്ടണം നേരെ കാറ്റടിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ നോക്കിക്കോണം, അമേരിക്കയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഗവർണർ ഉൾപ്പെടെ ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അടുത്ത ഹരിക്കെയിൻ ഹൂസ്റ്റന് നേരെ വരാൻ പോവാ, ജീവൻ വേണ്ടവരെല്ലാം ഓടിക്കോളാൻ. പ്രിയപ്പെട്ടവരെ, 4 മണിക്കൂർ കൊണ്ട് ഹൂസ്റ്റണിൽ നിന്ന് ഡാളസിലെത്താം കാറിൽ. അന്ന് കാറെടുത്തോണ്ട് ആളുകൾ ഇറങ്ങിയിട്ട് 45 മണിക്കൂറായിട്ടും ഡാളസിലെത്തിയില്ല. എല്ലാ കാറും റോഡിലായി. അപ്പോൾ ദൈവം പറയാൻ ഞാനന്ന് ന്യൂയോർക്കിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അമേരിക്കയെ നീ ലോക പോലീസ് അല്ലേ? ലോകം മുഴുവൻ നിന്റെ വിരൽത്തുമ്പിലല്ലേ? നിന്റെ ഡോളർ വില കൂടിയതല്ലേ? ദൈവം തമ്പുരാന്റെ കാറ്റ് നിന്റെ നേരെ അടിക്കാൻ തുടങ്ങിയപ്പോൾ നീ പറയുന്നു ജീവൻ വേണേ ഓടാൻ. രാത്രി ഇവിടെ വന്ന് ദൈവമക്കളോടൊരു കാര്യം ഞാൻ പറയാം. സ്വർഗത്തിലെ ദൈവം നിന്നെ കുലുക്കാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ദൈവം നിന്നെ പറിക്കാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ നടാൻ കഴിയില്ല. ദൈവം നിന്നെ കുലുക്കാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ നിർത്താൻ കഴിയില്ല. എന്റെ മറുവശം ഞാൻ പറയാം, ദൈവം നിന്നെ നിർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ കുലുക്കാൻ കഴിയില്ല. ദൈവം നിന്നെ പണിയാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ പൊളിക്കാൻ കഴിയില്ല. ദൈവം നിന്നെ നടാൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ആർക്കും നിന്നെ പറിക്കാൻ കഴിയില്ല. സ്വർഗത്തിലെ ദൈവം നമ്മെ നടും, അവൻ നമ്മെ പണിയും. എത്രവർക്ക് കരമടിച്ച് ദൈവത്തെ സൂക്ഷിച്ചോട് പറയാൻ കഴിയും? ദൈവം പണിതാൽ ആർക്കും പിടിക്കാൻ കഴിയില്ല. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. യോബിന്റെ പുസ്തകം വായിച്ചാൽ, യോബിന്റെ പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം. യോബിന്റെ പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം. യോബ് 12-14 വേഗത്തിൽ വായിച്ചേ. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ. കേട്ടോ, അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ. നിന്റെ 30 കോടിയുടെ പണിയൊക്കെ തമ്പുരാൻ ഇടിക്കാൻ 1 മിനിറ്റ് മതി എന്ന് ഓർത്തോണം. അത് കേൾക്കുമ്പോൾ സ്വതം പറയുമല്ലോ. നിനക്ക് 48 കോടി ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും തമ്പുരാൻ അനുവദിച്ചില്ലെങ്കിൽ 1 രൂപ അതിൽ അനുഭവിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം ഇവിടുന്ന് സ്വത്രം പറയാനായിട്ട്. ഒന്നുകൂടെ വായിച്ചേ. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ. പിന്നെ അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ എത്രവർക്ക് ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് 18-ാം വാക്യം വായിച്ചേ. രാജാക്കന്മാർ ബന്ധിച്ചതിനെ കൈ ഉയർത്തിയാടിയ സ്വതന്ത്രം എന്ന് പറഞ്ഞേ.
എന്റെ മുഖത്തോട്ട് നോക്കി. എന്താ 14 വാക്യം? അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിയാൻ കഴിയില്ല, അവൻ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയില്ല. എന്റെ 18 വാക്യം പറയുന്നു, രാജാക്കന്മാർ ബന്ധിച്ചതിനെ അവൻ അഴിച്ചു വിടുന്നു. ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, സ്വർഗത്തിലെ ദൈവം നിന്റെ നന്മയെ ബന്ധിച്ചാൽ, നിന്റെ അനുഗ്രഹത്തെ ബന്ധിച്ചാൽ അത് അഴിച്ചുവിടാൻ ആർക്കും കഴിയില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, എത്ര വലിയ രാജാവ് നിന്റെ നന്മയെ ബന്ധിച്ചാലും അതിനെ അഴിച്ചുവിടുവാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രിയുടെ കറങ്ങി വന്നിട്ടുണ്ട്. കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഓ ശബഹുനറിയാന, രാജാക്കന്മാർ ബന്ധിച്ചതിനെ അവൻ അഴിച്ചുവിടുന്നു. ഈ രാത്രി എത്ര വലിയ രാജാവ് നിന്റെ നന്മയെ ബന്ധിച്ചാലും അതിനെ അഴിച്ചുവിടുവാൻ അധികാരമുള്ളവൻ ഈ രാത്രിയുടെ കറങ്ങി വന്നിട്ടുണ്ട്. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കൂ. അവനടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ വലിയ സാങ്കേതിക വിദ്യയുള്ള രാജ്യമാണ് ജപ്പാൻ. 2 ലോക മഹായുദ്ധങ്ങളെ ജപ്പാൻ അതിജീവിച്ചു. ഹിരോഷിമയിലും നാഗസാക്കിയിലും വിട്ട ബോംബിനെ അവർ അതിജീവിച്ചു. ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വന്നവരാണ്. ഭൂമി ഉരുക്കങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ ഉള്ള സംവിധാനം ഒരുക്കി എന്ന് അവർ പറഞ്ഞു. ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. വീടുകൾ അങ്ങനെ പണിതു. ഹരിക്കെയിനെയൊക്കെ സുനാമിയൊക്കെ ഞങ്ങൾ അതിജീവിക്കുമെന്ന് അവർ വെല്ലുവിളിച്ചു. എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി മാസം 24-ാം തീയതി അവിടെ ഒരു കാറ്റടിച്ചു. ഈ കാറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കാറ്റടിച്ചത്. മനസ്സിലായോ? എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നു, പക്ഷേ അടിക്കുന്നിടം വരെ പറഞ്ഞില്ല. അടിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞടിച്ചു. അതാർക്കാ പറയാനുണ്ട്? സ്വതന്ത്രം. അതാ ഞാൻ പറഞ്ഞു, തമ്പുരാൻ കുലുക്കാൻ തീരുമാനിച്ചാൽ കുലുക്കിയിരിക്കും. സ്വതന്ത്രം. നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചെന്ന്? കപ്പലിൽ കയറ്റി വിടാനായിട്ടിരുന്ന 50 ലക്ഷം ടൊയോട്ടോ കാറുകൾ, 50 ലക്ഷം കാറുകൾ തീപ്പെട്ടിക്കൂട് പോലെ ഒഴുകി നടന്നു. അവിടെ ആഡംബര നൗകകൾ വലിയ അടിച്ചു കയറ്റി കെട്ടിടത്തിന് 5 നിലയുടെ 8 നിലയുടെ ഒക്കെ മണ്ടയ്ക്ക് കൊണ്ട് കയറ്റി. ഒരു എയർപോർട്ട് ഈ കാറ്റ് തൂത്തുവാരി നടുക്കടലിൽ കൊണ്ടിട്ടു. വിമാനങ്ങൾ ഇങ്ങനെ കടലിലൂടെ ഒഴുകി നടക്കാൻ തുടങ്ങി. അതെല്ലാം അങ്ങ് പോട്ടെ, അവരുടെ അണുറിയാക്ടറുകൾ നിന്ന് കത്താൻ തുടങ്ങി. നമ്മളിതൊക്കെ പത്രത്തിൽ വായിച്ചതാ. ആരാ തീയിട്ടത്? ആര് തീപ്പെട്ടിക്കൊള്ളി വരച്ചിട്ടിട്ടല്ല തീ കത്തിയത്. രാത്രി ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന്. വേണ്ടി വന്നാൽ പച്ചവെള്ളം കൊണ്ട് തീ പിടിപ്പിപ്പാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഓ പോരാ, ശക്തിയോടെ സ്തോത്രം പറയോ. അവനടിച്ചാൽ ആരും പടിയില്ല, അവൻ ബന്ധിച്ചാൽ ആരും അഴിച്ചുവിടില്ല. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, 12-14 ഒന്നുകൂടെ വായിച്ചേ. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ. അടുത്തത്, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചുവിടുകയില്ല. അയച്ചോ. അവൻ വെള്ളം തടുത്തു കളഞ്ഞാൽ അത് വറ്റിപ്പോകുന്നു. അടുത്തത്, അവൻ വിട്ടയച്ചാൽ. നമുക്ക് കൈ ഉയർത്തിക്കൊണ്ടെന്ന് പറയണ എല്ലാവരോടും. ഒന്ന് കൈ ഒന്ന് പൊക്കി വീഴ്ത്തേക്ക്, അയ്യൊക്കെ നിവർത്ത്, ആരോഗ്യം തന്നില്ലേ. അവൻ വിട്ടയച്ചാൽ, ഒന്ന് പറഞ്ഞ, അവൻ വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയും. സ്വർഗത്തിലെ ദൈവം വെള്ളം വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയും. സ്തോത്രം പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? സ്തോത്രം. തമ്പുരാൻ വെള്ളം വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയും. ഏകദേശം വാക്യമുണ്ട്, ഗർഭത്തിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കഥകൾ അടച്ചവൻ ആര്? അവനതിനെ പഞ്ചസാനം അങ്ങോട്ട് അതിലിട്ടു. ഇവിടെ വരെ നിനക്ക് വരാം, ഇവിടെ നിന്റെ തിരമാലയുടെ ഗർവം അടങ്ങുമെന്ന് അവൻ കൽപ്പിച്ചു. ഇരമ്യ 5:22, എത്ര തന്നെ അടച്ചാലും അതിരി കടക്കില്ല. ഇന്ന് രാത്രിയിൽ വിവിധ ഭാരങ്ങളോട് ഈ ഹോളിൽ വന്ന ദൈവവേദനയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, സ്വർഗത്തിലെ ദൈവം നിന്റെ കഷ്ടതയ്ക്ക് അതിരിട്ടാൽ, നിന്റെ അപമാനത്തിന് അതിരിട്ടാൽ, നിന്റെ സങ്കടത്തിന് അതിരിട്ടാൽ, ശത്രുവിന് അതിരി കടക്കാൻ കഴിയില്ല. അവരുടെ അതിരി കടക്കാൻ ശത്രുവിന് കഴിയില്ല. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. അതിരി കടക്കില്ല. തമ്പുരാൻ വെള്ളം വിട്ടയച്ചാൽ അത് ഭൂമിയെ, ഒന്ന് ഒരുമിച്ചെന്ന് പറഞ്ഞേ, ഭൂമി മറിച്ചു കളയും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? കടലിളകിയ ലോകമിളകും. എന്താ കാര്യം? മറിച്ചു കളയും. ശ്രദ്ധിച്ചോണം നിങ്ങൾ. നമ്മുടെ കേരളം മുതലെടുത്ത് ലോകത്തിലെ പ്രധാന പട്ടണങ്ങൾ എവിടൊക്കെയാണ്? ദൈവം പറയാൻ എവിടെയൊക്കെ മലയാളികളുണ്ട് അവിടെ ഈ പുസ്തകമായി പോകാൻ ദൈവം ഭാഗ്യം നൽകി. എങ്ങും പോകണ്ട, നിങ്ങൾക്ക് പഠിക്കുന്നവരാ. ലോകത്തിലെ 1 പട്ടണങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. കേരളം മുതൽ, നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരാണല്ലോ. കേരളം എടുത്തു വയ്ക്കുക.
കണ്ണൂർ എവിടാ സമുദ്രതീരത്ത്, കാസർഗോഡ് സമുദ്രതീരത്ത്, മംഗലാപുരം സമുദ്രതീരത്ത്, കോഴിക്കോട് സമുദ്രതീരത്ത്, തലശ്ശേരി സമുദ്രതീരത്ത്, എറണാകുളം സമുദ്രതീരത്ത്, ആലപ്പുഴ സമുദ്രതീരത്ത്, പിന്നെ കൊല്ലം സമുദ്രതീരത്ത്, തിരുവനന്തപുരം സമുദ്രതീരത്ത്, കന്യാകുമാരി സമുദ്രതീരത്ത്, ബോംബെ സമുദ്രതീരത്ത്, കൽക്കട്ട സമുദ്രതീരത്ത്. ഇനി ലോകത്തിലെ വൻ പട്ടണങ്ങൾ നോക്കൂ. ന്യൂയോർക്ക് സമുദ്രതീരത്ത്, അല്ലേ, ലണ്ടൻ സമുദ്രതീരത്ത്, ചിക്കാഗോ, ഇനി വലിയ വലിയ പട്ടണം ഓരോ രാജ്യങ്ങളും എടുത്ത്, അയർലൻഡ് സമുദ്ര നടുവിൽ, ഇംഗ്ലണ്ട് സമുദ്ര നടുവിൽ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ നോക്കി. സ്വതന്ത്രം ദുബൈ സമുദ്രതീരത്ത്, മസ്കറ്റ് സമുദ്രതീരത്ത്, ദോഹ സമുദ്രതീരത്ത്, സൗദി സമുദ്രതീരത്ത്. തമ്പുരാൻ വെള്ളം വിട്ടയച്ചാൽ ന്യൂയോർക്ക് കാണില്ല. തമ്പുരാൻ വെള്ളം വിട്ടയച്ചാൽ ബോംബെ കാണില്ല. തമ്പുരാൻ വെള്ളം വിട്ടയച്ചാൽ കൽക്കട്ട കാണില്ല. തമ്പുരാൻ വെള്ളം വിട്ടയച്ചാൽ ദോഹ കാണില്ല. ആരും അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്, ആരും സ്വയം പോരരുത്. നാം ആകുന്ന ദൈവത്തിന്റെ കൃപയാലാ. വാതോർക്കാൻ കഴിയുമോ ഇന്ന് രാത്രി? സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഓവേ നിന്റെ പ്രസാദത്താൽ എന്റെ പർവ്വതത്തെ നീ ഉറച്ചു നിൽക്കുമാറാക്കി. നീ മുഖം മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. തമ്പുരാൻ മുഖം മറച്ചാൽ നമ്മൾ ഭ്രമിച്ചു പോകും. Praise the Lord. Praise the Lord. ഇതൊക്കെ സംഭവിക്കാൻ പോവാ. സുനാമി ഉണ്ടായപ്പോൾ കേരളത്തിലെ സാരപത്രം എഴുതി നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഭൂകമ്പം, നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഭൂകമ്പം. അതിന് മുമ്പ് ഒരു ഭൂകമ്പം ഉണ്ടായി പറഞ്ഞു ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും, എപ്പോൾ ഉണ്ടായാലും പറഞ്ഞു ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഭൂകമ്പം. അന്നേ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോഴും ഞാൻ പറയാം, ചായ വാടി വെട്ടിയതേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. ഉണ്ടാകാൻ പോകുന്ന വലിയ ഭൂകമ്പമൊക്കെ നോക്കിയാൽ ഇതൊക്കെ വെറും വീറുപടക്കങ്ങളാണ്. ഇതൊന്നും ഇന്ന് പ്രസംഗിക്കാൻ ആളില്ലല്ലോ, വിടുതൽ പറയാൻ ആളാണ്. സ്വതന്ത്രം ഇപ്പൊ സ്പ്രിങ്ങിയ നിന്നേനെ പറഞ്ഞ പോലെ ചിക്കനും കെൻഡക്കിയൊക്കെ അടിച്ചുകൂടെ കഴിയാമെന്ന് ചിന്തിക്കരുത്. ഭൂമി ഇവിടെ പൊട്ടാൻ പോവാ, കിറുങ്ങാൻ പോവാ, മത്തനെ പോലെ ചാഞ്ചാടാൻ പോവുക, കാവൽ മാടം പോലെ ആടാൻ പോവുക. ഇതിന്റെ അകൃത്യം ഇതിന്മേൽ ഭാരമായിരിക്കുക. ഇത് വീഴും, ഇത് എഴുന്നേൽക്കത്തില്ല. എന്നാൽ ഒരു കൂട്ടം ഭക്തന്മാർ ഇവിടുന്ന് പാട്ടുപാടി കടന്നുപോകും. വിചാരിക്കാത്ത വേളയിൽ ലോകത്തിന് ദൃശ്യം വീഴും, ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൃശ്യം വീഴും. റെഡിയായിട്ടുണ്ടോ? പോകാൻ റെഡിയാണോ? പോകാൻ റെഡിയാണോ? കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മുദ്രാവാക്യം വിളി കേട്ടിട്ടുണ്ട് അല്ലേ? ഞാൻ കോളേജിൽ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്, സൂചനയാണേ സൂചനയാണേ ഇന്നീ സമരം സൂചനയാണേ. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും. നിങ്ങളൊന്നും പറയുന്നേ പേടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ സൂചനകളാണ്. ഒരു രാത്രിയിൽ ലാത്തൂരിൽ ഉറങ്ങാൻ പോയ 40,000 ആളുകൾ പിറ്റേ ദിവസമില്ലായിരുന്നു. ഗുജറാത്തിൽ രാവിലെ 8:25-നും 8:30-നും ഇടയിൽ 70,000 ആൾ തീർന്നു. നമ്മുടെയൊക്കെ പോക്കും നടപ്പും ഒക്കെ ചൂട് റെഡിയാക്കണം. കുറെ കൂടെ താഴ്വതിരിക്കേ. നിന്റെ വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ തമ്പുരാൻ 2 മിനിറ്റ് അധികമാണെന്ന് ഓർത്തോണ്ട് ജീവിച്ചോണം. ആമേൻ പറഞ്ഞാലും ഇല്ലെങ്കിലും. പ്രൈസ് ദി ലോർഡ്. എന്തോ അഹങ്കാരമാ, എന്തോ കണ്ടോണ്ടാ. അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. നാം ആകുന്ന ദൈവത്തിന്റെ കൃപയാകുന്നു. കൈ ഉയർത്തിയാടി സ്വതന്ത്രം പറയാൻ. എന്താ വേദപുസ്തകം പറയുന്നത്? നിന്റെ കയ്യിരിക്കുന്ന ബൈബിൾ എന്താ പറയുന്നത്? വായിച്ചേ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 18-ാം വാക്യം. വെളിപ്പാട് 16-18 വായിച്ചാണ്. വേഗത്തിൽ വായിച്ചേ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 18-ാം വാക്യം. ശ്രദ്ധിച്ചു കേട്ടോ. മിന്നലും നാദവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായ ഭൂകമ്പം ഉണ്ടായിട്ടില്ല. അടുത്ത വാക്യം. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. അടുത്തത്. ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി. അടുത്ത വാക്യം. 20-ാം വാക്യം. മലകൾ സകല ദീപം ഓടിപ്പോയി. വായിച്ചോ. മലകൾ കാൺമാനില്ലാതെയായി, താലന്തോളം വലിപ്പമുള്ള കല്ലായി, വലിയ കൽമഴ. വേദപുസ്തകം പറഞ്ഞതുകൊണ്ട് ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കര ഉയർത്തി ദൈവത്തെ സ്നേഹിക്കുക. വായിച്ച കേട്ടോ. ഭൂമിയിൽ മനുഷ്യൻ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. എന്താ അവിടെ വായിച്ചത്? മലകൾ കാൺമാനില്ലാതെയായി. നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ വൻ മലകൾ കാൺമാനില്ലാതെയാകുന്ന, വൻ പട്ടണങ്ങൾ 3 അംശമായി പിരിയുന്ന, ദ്വീപുകൾ ഓടിപ്പോകുന്ന ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുമെന്ന് എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നു. ദ്വീപ് എന്ന് പറഞ്ഞാൽ
3 വശം വെള്ളത്തിൽ 3 വശം വെള്ളത്താൽ ചുറ്റപ്പെട്ടത് ദ്വീപും പതിവും ഒക്കെയാണ്. ദോഹ ഒരു ദ്വീപാണെന്ന് ഓർത്തോണം. ഈ ദ്വീപുകളൊക്കെ അപ്രത്യക്ഷമാകുന്ന ഭൂമിയിലേക്കും ഉണ്ടാകും ഒറ്റ നിമിഷം കൊണ്ട്. അതാ കഴിഞ്ഞ രാത്രി പറഞ്ഞ് കാണുന്നത് താൽക്കാലികമാ, കാണാത്ത നിത്യമാ. ഞാൻ എനിക്ക് 30 വർഷമായി പ്രസംഗിക്കുന്നു. ബോംബെ പോലെ, മദ്രാസ് പോലെ, കൽക്കട്ട പോലെ, ന്യൂയോർക്ക് പോലെ വൻ പട്ടണങ്ങൾ ഒറ്റ മണിക്കൂർ കൊണ്ട് കാണാതാകുന്ന വലിയ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിനു മുമ്പ് മറ്റൊരു കാര്യം ഇവിടെ സംഭവിക്കും. ഇവിടേക്ക് കയറി വരിക എന്ന ശബ്ദത്തിങ്കൽ ദൈവത്തിന്റെ സമയം മാറ്റപ്പെടും. ശക്തിയോടെ കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയെ. എന്താ കാര്യം? ഇതിനൊക്കെയുള്ള കാര്യം എന്താ? 24:1 പറയുന്നു, ഭൂമിയെ ദൈവം കീഴ്മേൽ മറിക്കും. കാരണം ഇതിന്റെ അകൃത്യം ഇതിന്മേൽ ഭാരമായിരിക്കുന്നു. വഷളത്വം വർദ്ധിച്ചു കഴിഞ്ഞു, അകൃത്യം പെരുകിക്കഴിഞ്ഞു, ദുഷ്ടത പെരുകിക്കഴിഞ്ഞു. ലോത്തിന്റെയും സോദോമിന്റെയും നോഹയുടെയൊക്കെ കാലത്തെ കവച്ചു വെക്കുന്ന വഷളത്വം ലോകം മുഴുവൻ നടക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഒരു സോദോം ഗോമോറയെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ലോകത്തിലെ മിക്ക പട്ടണങ്ങളും സോദോമിനേക്കാൾ അകപ്പതിച്ചു കഴിഞ്ഞു. എന്തിനാണ്? വിശുദ്ധ വേദപുസ്തകം വെച്ചുകൊണ്ട് ആണിനെയും പെണ്ണിനെയും കല്യാണം കഴിപ്പിക്കുന്ന ആൾത്താരകൾ ലോകത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ സ്വർഗ വിവാഹം അംഗീകരിച്ചു കഴിഞ്ഞു. ഞാൻ ഏതാണ്ട് 20 വർഷം മുമ്പാണ് നോഹയുടെ കാലം എന്ന പുസ്തകം ഇറക്കുന്നത്. ആ പുസ്തകത്തിനകത്ത് 2 പെൺപിള്ളാരെ ഒന്നിച്ചു നിർത്തി ഒരു ബൈബിൾ വെച്ചുകൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഒരു ആൾത്താരയിൽ ഒരു ആംഗ്ലിക്കൻ ബിഷപ്പ്. അന്നത് അപൂർവ കാഴ്ചയായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ സ്വർഗ വിവാഹം അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ പരമോന്നത കോടതി, സുപ്രീം കോടതി സ്വർഗ വിവാഹത്തെ എതിർത്തപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, സിനിമാ അഭിനേതാക്കളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരികയാണ്. ഇപ്പോൾ അവർക്ക് പൂർണ്ണ സപ്പോർട്ട് ആളുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഹൂസ്റ്റണിൽ സ്വർഗവിവാഹം എതിർത്തുകൊണ്ടിരുന്ന ഒരു ഗവർണർ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. അദ്ദേഹം എതിർത്തതിന്റെ പേരിൽ നിങ്ങൾക്കറിയാമോ, വലിയൊരു ജാഥ നടന്നു. ആ ജാഥയിൽ 40,000 ആളുകൾ, ആണും പെണ്ണും കൈകോട് കൈ കോർത്ത് പിടിച്ച് നടന്നു. ഇത് ഒരു രാജ്യമല്ല, എല്ലാ രാജ്യത്തും ഈ വഷളത്വം പ്രബലപ്പെട്ട് കഴിഞ്ഞു. എവിടെ പാപമുണ്ടോ അവിടെ ദൈവനായ വിധി അറിഞ്ഞു വരും. ദൈവത്തെ ഇവിടെ പാപമില്ലാഞ്ഞിട്ടല്ല ദൈവനായ വിധി പെരുകാത്തത്. ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം വിശുദ്ധ ബൈബിൾ പറയുന്നു. അതിലൊരു കാര്യം, ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയത്തില്ല. നോഹയുടെ കാലത്ത് എത്ര പാപം പെരുകിയാലും നോഹ പെട്ടകത്തിൽ കടക്കാതെ ദൈവം ന്യായവിധി അയക്കത്തില്ല. ലോത്തിന്റെ കാലത്ത് എത്ര വഷളത്വം പെരുകിയാലും ലോത്ത് സോതവും വിടാതെ ദൈവം തീയിറക്കത്തില്ല. മനസ്സിലായില്ലെങ്കിൽ പറയാം, ഇവിടെ പാപമില്ലാഞ്ഞിട്ടല്ല, ഇവിടെ വഷളത്വമില്ലാഞ്ഞിട്ടല്ല, ഇവിടെ അകൃത്യമില്ലാഞ്ഞിട്ടല്ല, തടുക്കുന്ന വഴി മാറിപ്പോകണം. എന്തുകൊണ്ട് ദൈവത്തിന്റെ ക്രോധകലശങ്ങൾ പിടിച്ചു നിർത്തപ്പെടുന്നു? എന്തുകൊണ്ട് ന്യായവിധികൾ താമസിക്കുന്നു? ഈ രാത്രി ഞാൻ വിളിച്ചു പറയാം, സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ദൈവത്തെ സ്തുതിച്ചാണ്, കരങ്ങളടിച്ച് ദൈവത്തെ ബോധപ്പെടുത്തിയാണ്. ഒരു അഭിഷേകൻ, വളരെ പ്രശസ്തനായ ഒരു ദൈവദാസന്റെ മെസ്സേജ് ഞാൻ കണ്ടു. അദ്ദേഹം പിക്ചറുകൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം ടി വിയിൽ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന്റെ ദൂതൻ ക്രോധകലശവുമായി ഒരു കാല് സമുദ്രത്തിന്മേലും ഒരു കാല് കരയിലും ചവിട്ടി നിൽക്കുന്നു. ദൈവത്തിന്റെ ന്യായവിധിയുടെ വാടി രാജ്യങ്ങൾ, എങ്ങനെ ഞാൻ പറയുന്നു, ഈ രാജ്യങ്ങളുടെ മേൽ പല കാരണത്താൽ ദൈവം തമ്പുരാൻ ഓങ്ങി നിർത്തിയിരിക്കുക. ഈ രാജ്യം ഉൾപ്പെടെ പല രാജ്യങ്ങളുടെ മേൽ. കാരണം തീൻപുളപ്പ്, നിർഭയവാസം, ദൈവഹിതത്തിന് വിരുദ്ധമായി നടക്കുന്നതൊക്കെ കണ്ടില്ലേ? വാഴയുടെ കൂമ്പ് കണ്ടിക്കുന്ന പോലെ ദൈവകുഞ്ഞുങ്ങളെ തല കണ്ടിച്ച് കളയുക. മീനിന്റെ തലയറുത്ത് മാറ്റുന്ന പോലെ അറുത്ത് മാറ്റുക. ചില ചോദിക്കുന്നതൊക്കെ ഉണ്ടായിട്ട് ദൈവം എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ അകത്ത് തിളച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറയുക, ദൈവം ഉയരത്തിലുണ്ട്. ഇത് ന്യായവിധിയുടെ സമയമല്ല, സമയമാകുമ്പോൾ അവൻ ന്യായം വിധിക്കും. പോരാ, നിങ്ങളുടെ വായം തുറക്കുന്ന രാത്രി ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നേ. ആ ദൈവത്തിന്റെ അഭിഷേകത്തിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ ന്യായവിധികളുടെ വാൾ ഈ രാജ്യങ്ങളുടെ മേൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഇത് തടയപ്പെടാൻ കാരണം ആ ദൈവത്തിന്റെ അഭിഷേകം കാണുന്നത് കൊച്ചു ഗ്രൂപ്പുകളായി പല ഇടങ്ങളിൽ നിന്നുകൊണ്ട് നെടുമ്പാട് വീഴുന്ന, കരയുന്ന ദൈവമക്കളുടെ കണ്ണുനീർ നിമിത്തം ദൈവം ന്യായവിധി ആവശ്യപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഹോളിൽ നിന്ന് രാത്രി വന്ന ദൈവവേദനെ നീ അറിയുന്നില്ല, നിന്റെ കണ്ണുനീർ വിടുതലായിക്കൊണ്ടിരിക്കുക ഈ രാജ്യത്തിന്. ഈ രാജ്യത്തിന്റെ നന്മ അനുഭവിച്ച്, ഈ രാജ്യങ്ങളുടെ നന്മ അനുഭവിച്ച് ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ദൈവമക്കളുടെ കണ്ണുനീർ, ആരാധിക്കുന്ന ദൈവമക്കളുടെ കണ്ണുനീർ, ഈ രാജ്യങ്ങൾക്ക് രക്ഷയായിക്കൊണ്ടിരിക്കുക. അമേരിക്ക രക്ഷയായിക്കൊണ്ടിരിക്കുക, ഇംഗ്ലണ്ട് രക്ഷയായിക്കൊണ്ടിരിക്കുക, ലോകയ്ക്ക് രക്ഷയായിക്കൊണ്ടിരിക്കുക. അവരിൽ അറിയുന്നില്ല.
ദുഷ്ടനോടുകൂടെ ദൈവം നീതിമാനെ നശിപ്പിക്കില്ല. നിന്റെ കണ്ണുനീരാണ് ഈ രാജ്യത്തിന്മേൽ ദൈവനായ വിധി വരാൻ താമസിക്കപ്പെടുന്നത്. എത്രവർക്ക് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഞാൻ കേരളത്തിൽ പ്രസംഗിക്കപ്പെടും. ഞാൻ കേരളം അരിച്ചുപെറുക്കി യാത്ര ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്കറിയാം. ഞാൻ ഈ കേരളത്തിലെ എല്ലാ ഏരിയയും ദൈവം എനിക്കറിയാം. കേരളം എന്നല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ടതല്ല. അടുത്ത ആഴ്ച ഈ 5-ാം തീയതി കഴിഞ്ഞാൽ ദൈവം ബോംബെയിലാണ് UPF ദാന കൺവെൻഷൻ പ്രസംഗിക്കുന്നത്. ഇവിടെ ഞാൻ പറയും, നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച്, എന്തിനാ നിങ്ങൾ ഇവിടുത്തെ ഭൂപ്രകൃതി എന്ന് നോക്കി, ഇവിടുത്തെ ഭൂപ്രകൃതി അനുസരിച്ചും കൂടെ കൂടെ കാറ്റടിച്ചു വരേണ്ട സ്ഥലമാണിത്, കൂടെ കൂടെ കുലുങ്ങേണ്ട സ്ഥലമാണിത്. പലരും കുലുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഇന്ന് രാത്രി കർത്താവിനോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് കുലുങ്ങുന്നത് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ: സ്തോത്രം പറയുന്ന, ആരാധിക്കുന്ന, ഹല്ലേലൂയ പറയുന്ന ദൈവമക്കളോട് ഇവിടെ വന്ന ദൈവമക്കളുടെ വില ലോകത്തിൽ അറിഞ്ഞുകൂടാ, പക്ഷെ അറിയുന്ന ദിവസം അടുത്ത് വരികയാണ്. ഈ വേദപുസ്തകം ഉയർത്തിക്കൊണ്ട് ഞാൻ പറയാം, ദൈവത്തിന്റെ സഭയോട് മാറ്റപ്പെട്ടാൽ സെക്കൻഡിൽ 6 എന്ന കണക്കിലുള്ള ഭൂമിയൊരുക്കമുണ്ടാകും. ഇവിടുത്തെ സകല പണിയും ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴും. 2 സെക്കൻഡാണ് കുലുങ്ങുന്നത്, അല്ലേ? 2 സെക്കൻഡ് കുലുങ്ങുന്ന റിക്ടർ സ്കെയിലിൽ 5.6 അങ്ങനെയൊക്കെയുള്ള രേഖപ്പെടുത്തുന്ന ഭൂമികൾക്കും ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? പൊട ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴിയല്ലേ. ഈ 2 സെക്കൻഡ് 20 സെക്കൻഡ് ആയ അവസ്ഥ എന്താ? എന്തുകൊണ്ട് നമ്മളിത് പഠിക്കുന്നില്ല? ഇതൊക്കെ ഇല്ലാതാക്കാൻ ദൈവത്തിന് എത്ര മിനിറ്റ് വേണം? നിന്റെ കോടികളുടെ പണി, നിന്റെ വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ ദൈവത്തിന് 1 മിനിറ്റ് മതി. ദൈവത്തിന്റെ കരുണയാണ്, കർത്താവിന്റെ കരുതലാണ്, ദൈവത്തിന്റെ സൂക്ഷിപ്പാണ്, അവന്റെ ദയയാണ്. സ്തോത്രം, സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. ഈ രാത്രി പറയാൻ കഴിയുമോ? ദൈവം നമ്മുടെ, ഒന്നും പറയുന്നത്, ദൈവം നമ്മുടെ ഈ പതിവ് രീതിയൊക്കെ മാറട്ടെ. ആരെങ്കിലും നിങ്ങളെ ഇറക്കി വിടുമെങ്കിൽ പേടിക്കണ്ട, ഞാനോട് നിങ്ങളോട് ഇറങ്ങി വരാം. സ്തോത്രം പറയുന്നതുകൊണ്ട് ഈ ഹോളി ഇറക്കി വിട്ട് നമുക്ക് ഒന്നിച്ചത് പോകാൻ പേടിയാണോ? ദൈവം നമ്മുടെ കഷ്ടങ്ങളിൽ. അതുകൊണ്ട് ഒരു വലിയ കപ്പൽ അറ്റ്ലാന്റിക് ഓഷനിൽ പോകുകയാണ്. വലിയൊരു കപ്പൽ പോകുകയാണ്. ഒരു കൂട്ടൻ മഞ്ഞിരത്തിൽ ഇടിച്ച് കപ്പൽ അടിയൊലി പോകാൻ തുടങ്ങി. എല്ലാവരും നിലവിളി പോകാൻ തുടങ്ങി. എല്ലാവരും കരയാൻ തുടങ്ങി. എല്ലാവരും നിലവിളിക്കുമ്പോൾ 9 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചൻ അതിനകത്തുണ്ടായിരുന്നു. അവനൊരു ഭാവവ്യത്യാസമില്ല. അവൻ്റെ അടുക്ക് വന്ന് കൊച്ചൻ ചോദിച്ചു, മോനെ നിനക്ക് പേടിയില്ല ഇവിടെ കപ്പൽ താഴുന്നേ? അവൻ പറഞ്ഞു, എനിക്ക് പേടിയില്ല. അതെന്താ നിനക്ക് പേടിയില്ലാത്തത്? അവൻ പറഞ്ഞു, ഈ കപ്പലിൻ്റെ കപ്പിത്താൻ എൻ്റെ ഡാഡിയാ. മനസ്സിലായോ? ഈ കപ്പൽ നിയന്ത്രിക്കുന്ന എൻ്റെ ഡാഡിയാ. ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും എനിക്ക് ഭയമില്ല. ഇത് നിയന്ത്രിക്കുന്ന എൻ്റെ ഡാഡിയാണെന്ന് പറയാത്തവർക്ക് തലയിടമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അവൻ അടുത്ത പദം പറയാൻ മുഖത്തേക്ക് അവൻ പറയാം, ഇതിനേക്കാൾ വലിയ മഞ്ഞ് കട്ടികളിൽ നിന്ന് എൻ്റെ ഡാഡി കപ്പലിനെ രക്ഷിച്ചിട്ടുണ്ട്. ഈ മഞ്ഞ് കട്ടിയിൽ നിന്നും എൻ്റെ ഡാഡി കപ്പലിനെ രക്ഷിക്കും. പരിശുദ്ധാത്മാവ് ഒരു ദൂതനോട് പറയാൻ പറയുന്നു, ഈ ഓടി വന്ന ദൈവത്തിലെ പ്രതിസന്ധി വരുമ്പോൾ നീ പറയണം, പ്രശ്നം വരുമ്പോൾ നീ പറയണം, ഭാരം വരുമ്പോൾ നീ പറയണം, പിശാചിന് വലിയ പ്രശ്നം കൊണ്ടുവെക്കുമ്പോൾ നീ പറയണം, ദുഷ്ടപിശാചേ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിൽ നിന്ന്, ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ നിന്ന്, ഇതിനേക്കാൾ വലിയ ഭാരത്തിൽ നിന്ന്, ഇതിനേക്കാൾ വലിയ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം, എൻ്റെ കുടുംബത്തെ വിടുവിച്ച ദൈവം, എൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ച ദൈവം ഇതിന്മേലും എനിക്ക് ജയം തരും. ഓട മാഹ സൈഹ അറിയ എല്ലാ ദൈവമക്കളെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാടുന്ന രാത്രി പുറത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിൽക്കണം. വെറുതെ നിൽക്കരുത്, വചനം കേട്ടോണ്ട് നിൽക്കരുത്, കൈകെട്ട് നിൽക്കരുത്. ഈ ഹോളിൽ മാത്രമല്ല, ഞാൻ കാണുന്നു ദൈവശക്തി പുറത്തേക്ക് വ്യാപരിക്കുന്നുണ്ട്. വാദവട്ടോ ശക്തിയുടെ സ്തോത്രം പറയൂ. ഈ രാത്രി നീ അനുഭവിക്കുന്ന പ്രശ്നം എന്താ? അറിയാം. വാദവട്ടോ ശക്തിയുടെ സ്തോത്രം പറയൂ. നീ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താ? എന്താ നിന്നെ അലട്ടുന്ന ഭാരം? കടഭാരമാണോ? ജോലിയുടെ വിഷയമാണോ? കുടുംബത്തിന്റെ ഭാരമാണോ? ഏത് പ്രശ്നമാണ് അതിനെ അലട്ടുന്നത്? ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പ്രശ്നത്തെ നോക്കി പറ. സാത്താനിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രതിസന്ധിയെ നോക്കി പറ, ദുഷ്ടപിശാചേ ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ നിന്ന്, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം, എന്റെ കുടുംബത്തെ വിടുവിച്ച ദൈവം, എന്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ച ദൈവം, എന്റെ സഭയെ വിടുവിച്ച ദൈവം കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് പറ, ഇതിന്മേൽ ജയം തരുമെന്ന് പറ. വായം തുറന്നോണ്ട് പറ, ഇതിന്മേൽ ജയം തരുമെന്ന് പറ. ഇതിന്മേൽ ജയം തരുമെന്ന് പറ. ഇന്ന് രാത്രി ജയം തരുമെന്ന് പറ. ഇന്ന് രാത്രി എന്റെ ദൈവം എനിക്ക് ജയം തരുമെന്ന് പറ. കരമടിച്ച് ദൈവത്തെ സൂക്ഷിച്ചോണ്ട് പറ, എന്റെ ദൈവം എനിക്ക് ഇന്ന് രാത്രിയിലും ജയം തരും. അങ്ങനെയാ
ഭക്തന്മാർ മാറ്റപ്പെടും. ഭൂമി ഇതുവരെ കാണാത്ത കഷ്ടകാലങ്ങളിൽ എറിയപ്പെടും. നമ്മൾ റെഡിയായിരിക്കണം. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, ലോകരാജ്യം പരിശുദ്ധ പാരിടത്തിൽ വന്നു, പാരിടത്തിൽ വന്നു. അന്ത്യകാല ലക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. കുറേ അത് കൂടുതൽ പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഈ രാത്രി ആധാറിഞ്ഞിട്ട് വേണം ഇവിടെ നമ്മളോട്ട് പോകാൻ. എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? റോമാലേഖനം 13:11 രക്ഷ ഇപ്പോൾ നാം വിശ്വസിച്ച സമയത്തേക്കാൾ വളരെ അടുത്തിരിക്കുന്നു. അടുത്തെന്നല്ല, വളരെ അടുത്തു. ഒരു അഭിഷേകത്തിന് ഇങ്ങനെയാണ് പറഞ്ഞത്, പത്രോസ് എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു, അന്ത്യകാലത്ത് സകലയിടത്തിന്മേലും. അത് അന്ത്യകാലമായിരുന്നെങ്കിൽ ഇത് അന്ത്യനിമിഷമാണ് ഇവിടെ. പ്രിയപ്പെട്ടവരെ, സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുന്ന പോലെ നമ്മുടെ കർത്താവ് വരുന്നു. ഇമ്മിനൻ്റായിരിക്കും കർത്താവിൻ്റെ വരവ്. നമ്മൾ സമയത്തെ അറിയുക. ഒന്ന് പറഞ്ഞേ, വായിച്ചോട്ടെ. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 54 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചോ. ലൂക്കോസ്. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നുവെന്ന് നിങ്ങൾ ഈ ഉടനെ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണം ഉണ്ടാകുമെന്ന് പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാഗത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാം. നിങ്ങൾക്ക് രാഷ്ട്രീയ നിരീക്ഷണം നടത്താൻ അറിയാം, കാലാവസ്ഥാ നിരീക്ഷണം നടത്താൻ അറിയാം, പക്ഷെ ഈ കാലത്തെ എന്തുകൊണ്ട് വിവേചിപ്പാൻ കഴിയുന്നില്ല? ദൈവസഭ കാലത്തെ വിവേചിക്കണം, കാലഘട്ടത്തെ പിടിക്കണം. അതുകൊണ്ടാണ് യിരെമ്യാവ് പറഞ്ഞു, കൊക്കും ഈവൾ പക്ഷി പിരിഞ്ഞറിയും, മടങ്ങി വരവന്റെ കാലം അറിയുന്നു, എന്റെ ജനം അറിയുന്നില്ല. അറിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ജീവിക്കില്ല. യോബിന്റെ പുസ്തകം 39-ാം അധ്യായം 15 മുതൽ 19 വാക്യങ്ങൾ നോക്കിയാൽ ദൈവസഭയെ പടക്കുതിരയോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യുദ്ധക്കുതിരയോട്. ഈ യുദ്ധക്കുതിരയുടെ പടക്കുതിരയുടെ അനേക വിശേഷ ഗുണങ്ങളോട് പറഞ്ഞു വന്നിട്ട് 25-ാം വാക്യം വായിക്കുന്നത്. 25-ാം വാക്യം 39-25. കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാ ഹാ എന്ന് ചിനയ്ക്കുന്നു. പിന്നെ കേട്ടോ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും. പടക്കുതിരയുടെ പ്രത്യേകത പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തു നിന്നും മണക്കുന്നു.
ഒരു ദൈവവൈതൽ സംഭവിക്കുവാൻ പോകുന്നത് എന്തെന്ന് ദൂരത്തുനിന്ന് മണക്കുന്നവനായിരിക്കണം. സംഭവിക്കാൻ പോകുന്നത് നീ ഗ്രഹിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലാണോ, കരയുന്ന ദൈവവൈതലാണോ നിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്, നിന്റെ സഭയിൽ സംഭവിക്കാൻ പോകുന്നത്, നിന്റെ ദേശത്ത് സംഭവിക്കാൻ പോകുന്ന ദൈവം നിന്നെ അറിയിക്കും. പോരാ, സ്വതന്ത്രത്തിന് ശക്തി പോരാ. ഇടിവിൽ നിന്നാൽ, നീ കരഞ്ഞാൽ, നീ മുട്ടിമേൽ നിന്നാൽ സംഭവിക്കാൻ പോകുന്ന ദൈവം നിന്നെ അറിയിക്കും. കാലത്തെ വിവേചിക്കണം, കാലഘട്ടത്തെ നാം വിവേചിക്കണം. സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ മണത്തറിയണം. ദൈവം നമ്മളെ ദേശത്തിന്റെ കാവൽക്കാരാക്കി നിർത്തിയിരിക്കുന്നു, അല്ലേ? നമ്മളെ കർത്താവ് കാവൽക്കാരാക്കി നിർത്തിയിരിക്കുക. എന്താണ് ഈ കാവൽക്കാരന്റെ ഉത്തരവാദിത്വം? ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. കാവൽക്കാരന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം സമയം അറിയിക്കുക. ഒന്ന് പറഞ്ഞേ. 21:11 കാവൽക്കാര രാത്രി എന്താ എന്നൊരു സേരുന്ന് വിളിച്ചു ചോദിക്കുന്നു. കാവൽക്കാരൻ മറുപടി, പ്രഭാതവും രാത്രിയും വരുന്നു. നമ്മൾ സമയം അറിയിക്കേണ്ടവരാ. ഒന്ന് പറഞ്ഞേ, സമയം അറിയിക്കേണ്ടവരാ. സമയം അറിഞ്ഞവനെ സമയം അറിയിക്കാൻ കഴിയൂ. സമയം അറിഞ്ഞവനെ സമയം അറിയിക്കാൻ കഴിയും. പഴയ ക്ലോക്കും വാച്ചും ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു ക്ലോക്ക് കടയുടെ മുമ്പിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നും കൃത്യസമയത്തയുടെ വാച്ച് ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് പോകും. ഒരു ദിവസം കിടക്കാൻ ഇറങ്ങിയെന്ന് ചോദിച്ചു, സാറേ എന്നാ എന്നും രാവിലെ ഇവിടെ നീ നോക്കിയിട്ട് പോന്നെ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ തൊട്ടപ്പുറത്തെ കമ്പനിയിലെ വാച്ചറാണ്. ഓരോ മണിക്കൂർ ഇടപെട്ട് എനിക്ക് സൈറൻ ഊതണം, കൃത്യമായി എൻ്റെ വാച്ച് കൃത്യമായിരിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കടയുടെ മുമ്പിൽ വന്ന് എൻ്റെ വാച്ച് ക്ലിയർ ആക്കിയിട്ട് പോവുക, എൻ്റെ വാച്ച് ക്രമപ്പെടുത്തുന്ന ഇവിടെ വന്ന് നോക്കിയാന്ന് പറഞ്ഞു. ഉടനെ കടക്കാരൻ പറഞ്ഞോളാം, സാറാണോ അവിടെ സൈറൻ ഊതുന്നത്? സാറേ, സാറ് സൈറൻ ഊതുന്ന കേട്ടാ ഞാനിവിടുത്തെ ക്ലോക്കെല്ലാം റെഡിയാക്കുന്നു. സ്വതന്ത്രം, സാറ് സൈറൻ ഊതുകൊണ്ട് ഇവിടെ ക്ലോക്ക് റെഡിയാക്കും, ഇവിടുത്തെ ക്ലോക്ക് നോക്കി സാറ് വാച്ച് റെഡിയാക്കും. ഏത് ദിവസം ചോദിക്കുന്നു, കാഹളം തെളിവില്ലാതെ നാദം കൊടുത്താൽ ആര് പടയ്ക്ക് പുറപ്പെടുക? കർത്താവ് വരാറായി എന്ന് പ്രസംഗിക്കുന്ന നിന്റെ ജീവിതം ഇങ്ങനെയാണ്. ആര് കൃപ വരും? കർത്താവ് ചോദിച്ചു, നിനക്കൊരു ഒരുക്കമുണ്ടോ? നിനക്കൊരു മാറ്റമുണ്ടോ? നിനക്കൊരു രൂപാന്തരമുണ്ടോ? സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നോ? ക്ഷമിക്കാൻ നിനക്ക് കഴിയുന്നോ? മറക്കാൻ നിന്റെ സ്വോത്രം ഒന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞൊക്കെ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. നിനക്ക് കഴിയുന്നോ? കർത്താവ് വരാറായി എന്ന് പ്രസംഗിക്കുന്ന നിനക്കൊരു മാറ്റമുണ്ടോ? ഉണ്ടോ? ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ ദിവസമായപ്പോൾ അവരുടെ വീട്ടിൽ ഒരുക്കം തുടങ്ങി. ഒരുക്കം കണ്ടപ്പോൾ ചോദിക്കാൻ തുടങ്ങി, എന്തായി ഒരുക്കം? അവർ പറഞ്ഞു, ഞങ്ങളുടെ പുറപ്പാടടുത്തു. പുറപ്പാടടുത്തെന്ന് കേട്ടിട്ട് നിനക്ക് ഒരുക്കമുണ്ടോ? ഈ മീറ്റിംഗ് വെച്ച PIP കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തെരഞ്ഞെടുത്ത വിഷയത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. ഇന്നത്തെ ആത്മീയ മണ്ഡലത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഒറ്റ വാക്കിൽ പറയാം. ഒരു പാമ്പിന്റെ വായിൽ ഒരു തവള ഇരിക്കുക, പാമ്പിന്റെ വായിൽ തവള. അപ്പോഴാണ് അടുത്തൂടെ ഒരു ശലഭം പറന്നു പോയത്. പാമ്പിന്റെ വായിലാണ് ഇരുന്നതെങ്കിൽ തവള അതിന് നാക്ക് കിട്ടുക ശലഭത്തെ പിടിക്കാൻ. ഇരിപ്പവിടെ എന്ന് പറയുന്നു. ഇന്ത്യയിൽ എന്തൊക്കെയാ നടത്തുന്നത് കഴിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ആളുകൾക്ക് കസേര പിടിക്കാനാണ് ഓട്ടം. കിട്ടിയ കസേര കളയാതെ പിടിക്കാൻ എന്തെല്ലാം ഗുസ്തിയാ. യേശു മടങ്ങി വരാറായി, കാകടം തൊഴിക്കാറായി. കർത്താവാരെ ഒരുക്കി കൊണ്ടുപോകാൻ വരുന്നില്ല, ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാനുണ്ട്. യേശു മടങ്ങി വരാം. അതൊക്കെ ഞാൻ അടുത്ത ദിവസം പറയാം. നിങ്ങൾ എല്ലാവരും വരണം. ഇതൊക്കെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. സ്തോത്രം. നമ്മൾ കർത്താവ് വരാറായി എന്ന് പ്രസംഗിക്കും. നമുക്കൊരു മാറ്റം വേണം പ്രിയപ്പെട്ട, നമുക്കൊരു രൂപാന്തരം വേണം. ആചാരി പാടിയത് വീടും വയലും തോട്ടവും എല്ലാം നേടാൻ സമയമല്ലെന്ന് ഇതേ. അവനോടുകൂടി യേശുവിന്റെ വചനം പറയാൻ സമയം. സ്തോത്രം. ഇനി എത്ര ദിവസം നിന്റെ മുമ്പിലുണ്ട്? ഇനി എത്ര ദിവസം കിട്ടുമെന്നാണ് നീ ചിന്തിക്കുന്നത്? കാവൽക്കാരന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം സമയമറിയിക്കുക. കാവൽക്കാരൻ രണ്ടാമത്തെ ഉത്തരവാദിത്വം രണ്ടാമത്തെ ഉത്തരവാദിത്വം Ezekiel chapter 22 verse 30.
എഹെസ്കേൽ 22:30. എഹെസ്കേൽ 22:30 വേഗത്തിൽ വായിച്ചേ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു. വായിച്ചു. ആരെയും കണ്ടില്ല താനും. ആകയാൽ നിന്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞ് കോപാഗ്നി കൊണ്ട് അപ്പോഴേ ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ ബാക്കിയായത്. അതായത് ഒരു വ്യക്തി ഇടിവിൽ നിൽപ്പാനുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഇന്റർസീഡിങ്ങിനുണ്ടെങ്കിൽ, ഒരു വ്യക്തി മധ്യസ്ഥത അണയ്ക്കാനുണ്ടെങ്കിൽ ഒരു പട്ടണത്തെ ഞാൻ വിടുവിക്കുമെന്ന് സ്വോത്ര ശക്തിയോടെ പറ. ഞാൻ അന്വേഷിച്ചാലും കാണാഞ്ഞത് കൊണ്ട് എന്റെ ക്രോധം ആ പട്ടണത്തിൽ ചൊരിയും. എന്നെ ശ്രദ്ധിച്ചേ സഹോദരങ്ങളെ, ഞാൻ ആയിരങ്ങളോട് വിളിച്ചു പറഞ്ഞോട് പറയാം. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി കരയാനുണ്ടെങ്കിൽ, ഒരു വ്യക്തി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഓർത്ത് ദൈവം ആ കുടുംബത്തിനെ ന്യായം താമസിപ്പിക്കും. ഒരു സഭയിൽ ഒരു കുടുംബം ഇടിവിൽ നിൽക്കാനുണ്ടെങ്കിൽ, കരയാനുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, ആ കുടുംബത്തെ ഓർത്ത് ആ സഭയുടെ ന്യായവിധേയം താമസിപ്പിക്കും. ഒരു ദേശത്തൊരു സഭ ഇടിവിൽ നിൽക്കാനുണ്ടെങ്കിൽ, കരയാനുണ്ടെങ്കിൽ, ആ സഭയോർത്ത് ആ ദേശത്തിന് ന്യായവിധേയം താമസിപ്പിക്കും. നിങ്ങൾക്കറിയാം, വെള്ളവും വളവും വലിച്ചു കുടിച്ചു നിലത്തെ നിഷ്ഫലമാക്കി നിന്ന വൃക്ഷത്തെ വെട്ടിക്കളയുവാൻ തോട്ടം സൂക്ഷിപ്പിന്റെ ഉടമസ്ഥൻ ഇറങ്ങി വന്നപ്പോൾ തോട്ടം സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു. അയാൾ പറഞ്ഞു, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കിട്ടിയില്ലെങ്കിൽ വെട്ടിക്കോളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് തോട്ടം സൂക്ഷിപ്പുകാരന്റെ മധ്യസ്ഥതയാൽ ആ വൃക്ഷത്തിന്റെ ആയുസ് നീട്ടിക്കുട്ടി. ഇവിടെ നിന്നുകൊണ്ട് ദൈവാത്മാവിൽ അലറാനോട് പറയുന്നു, പലരും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നീ അറിയാതെ ചില കിഴിവിൽ നിൽക്കുന്നവല്ല. വായനോടുള്ള കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. നീ മുടിയാതിരിക്കുന്നത് നീ അറിയാതെ നിനക്ക് വേണ്ടി ആരൊക്കെയോ കരയുന്നുണ്ട് കുഞ്ഞേ. വഴിയിൽ നീ കയറാഞ്ഞ്, വഴിയിൽ നിന്നെ തകർത്ത് കളയാൻ ശത്രു പദ്ധതി ഒരുക്കിയിട്ട് നീ അവിടെ മുടിഞ്ഞു പോകാഞ്ഞത്, നീ അവിടെ നശിക്കാഞ്ഞത് നിന്റെ ഗുണം കൊണ്ടല്ല. നീ അറിയാതെ നാടോ നിനക്ക് വേണ്ടി കരയുന്നു. ഒന്നേ നിന്റെ അപ്പന്റെ കണ്ണുനീർ, അല്ലെ നിന്റെ അമ്മയുടെ കണ്ണുനീർ, അല്ലെ നിന്റെ ഭാഷയുടെ കണ്ണുനീർ, അല്ലെ സഭയിലെ ദൈവമക്കളുടെ കണ്ണുനീർ. കരയുന്ന കണ്ണുനീര് കണ്ടുകൊണ്ട് ദൈവം ന്യായവിധി താമസിപ്പിക്കുന്നു. മാനസാന്തരത്തിന് ഈ അവസരം തരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു വ്യക്തി കരയാനുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി കരയാനുണ്ടെങ്കിൽ, അവന്റെ കണ്ണുനീർ കണ്ടവരുടെ കണ്ണുനീർ കണ്ട് ദൈവം ന്യായവിധി താമസിപ്പിക്കും. അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ വിടുവിച്ചു. എന്റെ കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നു, ദൈവം ചിലരെയൊക്കെ ഓർത്ത് ചിലരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ദൈവത്തെ രാത്രി സ്തുതിപ്പാൻ കഴിയും? ആരെയൊക്കെ ഓർത്ത് ദൈവം നിന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുക, ആരുടെയൊക്കെ കണ്ണുനീര് കണ്ടുകൊണ്ട് ദൈവം നിന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുക. ശക്തിയോടെ എല്ലാവരും കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് വാഴുന്നത്. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചു. കണ്ണുനീര് കേട്ടോ, നിന്റെ വീട്ടിൽ കണ്ണുനീര്. ആരൊക്കെ പിന്നെ നിനക്ക് വേണ്ടി കരയുന്നുണ്ട്, ആരൊക്കെ വേണ്ടി ഇടിയിൽ നിൽക്കുന്നുണ്ട്, ആരൊക്കെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്റെ വീട്ടിലെ കണ്ണുനീർ കരച്ചിൽ പ്രാർത്ഥന വിടുതലായി മാറുന്നു. അവസരം കിട്ടുന്നു. മാനസാന്തരത്തിലുള്ള അവസരമായി ഇതിനെ കണ്ടോണം. ദൈവത്തിന്റെ ക്ഷമയെ, ദീർഘക്ഷമയെ നീ നിരസിക്കരുത്. മനസ്സാന്തരപ്പെടണം. എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ പ്രസംഗപീഠത്തിൽ നല്ല ചൂടുവെള്ളം, നല്ല ഉച്ചഭാഷണി, രണ്ടും ഉണ്ടെങ്കിൽ നല്ലതാ. ഇവിടെ ചൂടുവെള്ളം വന്നിട്ടുണ്ട്, നല്ല മനോഹരമായി ഗ്ലാസ്സിൽ ചൂടുവെള്ളം വന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ പേഴ്സണേജിൽ നിന്നായിരിക്കണം വന്നേ, അല്ലെ ഇവിടുന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഗ്ലാസ്സിൽ ചൂടുവെള്ളം ഇവിടെ വന്നപ്പോൾ, തിളച്ച വെള്ളം ഇവിടെ ഒഴിച്ചു വെക്കുമ്പോൾ, ഈ മനോഹര ഗ്ലാസ് ഇവിടെ വന്നപ്പോൾ, ഇവിടെ എവിടെയോ ഒരു വീട്ടിൽ, ഒന്ന് പാഴ്സനേജിൽ പാസ്റ്റർ വീട്ടിൽ എവിടെയോ ഒരു പാത്രം തീക്കായേൽപ്പിക്കപ്പെട്ടു. അടിയിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു, അകത്ത് വെള്ളം തിളച്ചു മറിയുന്നു. ചുട്ടുപൊള്ളുന്ന ചൂടും അകത്തെ കരിയും പുകയും എല്ലാം ആ പാത്രം നിശബ്ദമായി സഹിച്ചു. ആ പാത്രത്തിന് ഇവിടെ വരാൻ യോഗ്യതയില്ല, പക്ഷേ ഈ പാത്രം ഇവിടെ വരാൻ കാരണം ആ പാത്രം അവിടെ തീക്കായേൽപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. മനസ്സിലാകുന്ന മാത്രം സ്തോത്രം പറയാൻ മതി. മനസ്സിലാകുന്ന മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതി. നിനക്ക് നേരമില്ല, ഇപ്പോൾ സുവിശേഷം കേൾക്കാൻ നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, ഇടിവ് നിൽക്കാൻ നേരമില്ല. നിനക്ക് ഓട്ടം മുഴുവൻ ദ്രവ്യം. ഈ ഓട്ടത്തിൽ നീ മുടിയാത്തത് നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാനാറുകൊണ്ട. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും.
അറിയുന്ന ദൈവവേദനെ, പ്രാർത്ഥിക്കുന്ന ദൈവവേദനെ, നിന്റെ വില അറിയുന്നില്ല. തീയേൽക്കാൻ, പുകയേൽക്കാൻ, കരിയേൽക്കാൻ നീ ഏൽപ്പിക്കപ്പെടുന്നു. നീ നിമിത്തം അനേക മാനവാർത്ഥങ്ങൾ ദൈവത്തിൽ കാഴ്ചവെക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എത്രവർക്ക് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രാമധ്യേ 3 പ്രാവശ്യം ദൈവം തമ്പുരാൻ അവരെ കൊല്ലാനിറങ്ങി വന്നു. നിങ്ങൾക്കറിയാം, കൊല്ലാനിറങ്ങി വന്നു, മുട്ടിക്കാനിറങ്ങി വന്നു. ആ അവസരത്തിൽ പാവപ്പെട്ട മോശ നെടുമ്പാട് വിട്ടു പറഞ്ഞു, കർത്താവേ, എന്നെ വേണേ കൊന്നു, ഈ ജനത്തെ കൊല്ലരുത്. അവിടെ എഴുതിയിരിക്കുന്ന മോശയുടെ മധ്യസ്ഥത ആ ജനത്തിന് വിടുതലായി. ഞാനിത് ഇവിടെ എല്ലാവരും വിളിച്ച് പറയുന്നൊരു കാര്യമാണ്. എനിക്കൊന്നും പേടിയൊന്നുമില്ല. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ഇന്നത്തെ പെന്തക്കോസ്ത് സഭകൾ മുടിയാതിരിക്കുന്നത് നേതാക്കന്മാരുടെ മിടുക്കല്ല, ഭരണകർത്താക്കളുടെ കഴിവല്ല, റിസ്പെക്റ്റിയുടെ മിടുക്കല്ല, കൗൺസിലിന്റെ മിടുക്കല്ല. മുണ്ട് മുറുക്കി ഉടുത്ത് കരയുന്ന അനേക പാവപ്പെട്ട ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇത് മുടിയാത്തത്. ഇത് നിൽക്കാനാണുണ്ടോ? അറിയാനാളുണ്ടോ? ഭാവി താമസിക്കും. രക്ഷിക്കപ്പെടാൻ വന്ന് പ്രിയപ്പെട്ടോട് ഇനി എന്നാ നീ കരയാൻ പോകുന്നേ? നീ കരയുന്നുണ്ടോ? അവർക്ക് വേണ്ടി നീ പാർക്കുന്ന നാടിന് വേണ്ടി കരയുന്നുണ്ടോ? പവർ ഓഫ് ഇൻഡർസ്റ്റീഡിങ്, മധ്യസ്ഥതയുടെ ശക്തി ഒരാൾ കരയാനുണ്ടെങ്കിൽ ആ കുടുംബത്തിന് വിടുതല. പോരാ, ശക്തിയോട് സ്തോത്രം പറയും. ഞാൻ ഏതോ ഒരു മെസ്സേജിൽ ഇവിടെ പ്രസംഗിച്ചു, നിന്നെ ഓർത്ത് ദൈവം ചെന്നെ വിടുവിക്കുമെന്ന്. അതായത് പ്രാർത്ഥിക്കുന്ന നീ, കരയുന്ന നീ ഒരു പ്ലെയിനിലുണ്ടെങ്കിൽ നിന്നെ ഓർത്ത് ദൈവം ആ പ്ലെയിനിനെ വിടുവിക്കും. സ്വതന്ത്രം വിശ്വാസം ഉണ്ടോ? നിന്നെ ഓർത്ത് നീ സഞ്ചരിക്കുന്ന ട്രെയിനിനെ ദൈവം വിടുവിക്കും. കരയുന്ന നിന്നെ ഓർത്ത്. ഏതോ ഒരു സിസ്റ്റർ ഭർത്താവിൻ്റെ അരിയിലേക്ക് വരികയാണ്. ഈ പ്ലെയിന് എയർ കട്ടറിൽ വീണ് കൂടെ വീണ് ചാഞ്ചാടി. ആദ്യമായിരിക്കും അവർ പ്ലെയിനിൽ കയറുന്നത്. അവർ ഭയപ്പെട്ടു പോയി. അവരറിയാതെ പ്രാവശ്യം, കർത്താവേ, ഞാനിനകത്തുണ്ട്, എന്നെ ഓർത്ത് ഈ പ്ലെയിനിനെ വിടുവിക്കണേ. സ്വതന്ത്രം ദൈവം വിളിച്ചു. ലാൻഡ് ചെയ്തു. ഇവിടെ നിന്ന് കണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നോ അറിയില്ല. അവർ വീട്ടിൽ വന്ന് 10,000-കണക്കിന് ദൈവദാസന്മാരുടെ 10,000-കണക്കിന് പ്രസംഗം യൂട്യൂബിലുണ്ട്. അവരന്ന് ഓൺ ചെയ്തപ്പോൾ എവിടെയോ ഞാൻ പ്രസംഗിച്ച പ്രസംഗമാണ്. അതിലൂടെ പറയുന്നു, നീ ഒരാളുണ്ട് എന്ന കാരണത്താൽ ദൈവം നീ കയറിയ പ്ലെയിനെ വിടുവിക്കാം. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഞാനുണ്ടായതുകൊണ്ട് ദൈവം വിടുവിച്ചതായത്. സ്വതന്ത്രം 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 സ്വതന്ത്രം. വിടുവിൽ നിൽക്കാൻ ആളുണ്ടോ? കരയാനാളുണ്ടോ? നമ്മുടെ ഉത്തരവാദിത്വമാണ് മധ്യസ്ഥത ഇണക്കുക, നിൽക്കുക. ഏത് വിധേയനെങ്കിലും ദൈവ സന്ദർശനം, ദൈവകരവിൽ ഏതെങ്കിലും ഉണ്ടാകട്ടെ. നമ്മുടെ തലമുറയിൽ ദൈവ സന്ദർശനം ഉണ്ടാകട്ടെ. ദൈവം അവരെ വിടുവിക്കട്ടെ. നിത്യതയ്ക്കുള്ള ദർശനം അവർ പ്രാപിക്കട്ടെ. നമ്മുടെ കൈകൾ ഉയർത്തിയാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. പിന്നെ കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വമാണ് മുന്നറിയിപ്പ് കൊടുക്കുക. എഹെസ്കേൽ 3:17 കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പറയണം, ദുഷ്ടനെ നീ ഓർപ്പിച്ചുണർത്തണം. ഇല്ലെങ്കിൽ അവൻ്റെ രക്തം എടുത്ത് വായിക്കാൻ നേരം അവൻ്റെ രക്തം എന്നോട് ചോദിക്കും. നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ രക്തം, നിന്റെ ഫ്ലാറ്റിൽ തൊട്ടടുത്തുള്ള രക്തം ദൈവം നിന്നോട് ചോദിക്കും. ഒരിക്കലെങ്കിലും യേശുവിനെ കുറിച്ച് പറയാൻ നിന്റെ വാ തുറന്നു. കഴിഞ്ഞ മാസം എത്രയോട് സുവിശേഷം പറഞ്ഞു? കഴിഞ്ഞ ആഴ്ച എത്രയോട് സുവിശേഷം പറഞ്ഞു? ഈ ഒരു വർഷം പോകുമ്പോൾ അല്ലേ എത്രയോട് സുവിശേഷം പറഞ്ഞു? ഇവിടുത്തെ അറബികളോടെല്ലാം ഓടി നടന്ന് പറഞ്ഞില്ല, സമശിഷ്ടങ്ങളോട് ഒരാളോട് ഒരു യേശുവിൻ്റെ സ്നേഹത്തെ കുറിച്ച് പറയാൻ കഴിയുമോ? ചിന്തിക്കേ. വാൾ വരുന്ന കണ്ടിട്ട് മിണ്ടാതിരിക്കരുത്. വാൾ വരുന്ന കണ്ടിട്ട് നീ മിണ്ടാതിരിക്കരുത്. കാഹളനാദം പോലെ നിന്റെ ശബ്ദം ഉയർത്തണം. വരാൻ പോകുന്ന അർത്ഥം വിളിച്ചു പറയണം. സൂര്യസ് എന്ന പോംബി എന്ന നഗരം കേട്ടിട്ടുണ്ടായിരിക്കാം. റോമാ സാമ്രാജ്യത്തിലെ വളരെ പ്രശസ്തമായ ഒരു പട്ടണമായിരുന്നു പോംബി പട്ടണം. റോമിലെ എല്ലാ ആളുകളും പാപത്തിന് വേണ്ടി ഉല്ലസിക്കുവാൻ വേണ്ടി അവിടെ വന്നുകൊണ്ടിരുന്നു. യൂട്യൂബിൽ അടിച്ചാൽ ഈ കാണാം, ഈ പറഞ്ഞ സംഭവം കാണാം, പോംബി നഗരം. പക്ഷെ പോംബി നഗരത്തിന് തൊട്ടടുത്തായി വെസൂവിയസ് എന്ന ഒരു പർവ്വതം ഉണ്ടായിരുന്നു. ഈ വെസൂവിയസ് സാധാരണ പർവ്വതമല്ലായിരുന്നു. അതിനെത്തുകൊണ്ട് മൂളലൊക്കെ കേൾക്കാൻ തുടങ്ങി. ഇവർക്ക് നിരീക്ഷകർ ഇതിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി, ഇത് വെറും ഒരു പർവ്വതമല്ല, ഇതൊരു അഗ്നിപർവ്വതമാണ്. ഇതേ നിമിഷം പൊട്ടിയാൽ നിങ്ങൾക്കറിയാം, മലവല്ല പാച്ചിപ്പോൾ ലാവ ഒഴിച്ചു വരും. ലാവ ഒഴിച്ചു വന്നാൽ പോംബി നഗരത്തെ നികത്തിക്കൊണ്ടുപോകും, കവിഞ്ഞൊഴുകും. സന്ദർശകർക്ക് മുന്നറിയിപ്പ് കൊടുത്തു, പോംബി നഗരം ഒഴിഞ്ഞു പോകണം, ഇവിടെ പാപത്തിനുള്ള കൂട്ടായ്മയായി ഉപേക്ഷിക്കണം, ഇത് നശിക്കാൻ പോവുക. തൊട്ടടുത്ത് നിൽക്കുന്ന വെസൂവിയസ് എപ്പോൾ നിമിഷം പൊട്ടാം. പക്ഷെ പാപത്തെ സ്നേഹിച്ചവർ വിട്ടുപോയില്ല. ഒരു ദിവസം വെസൂവിയസിന്റെ ശബ്ദം ഉച്ഛാസ്തിയിലായി. ഇത് പൊട്ടി പോംബി നഗരത്തെ നിറച്ചുകൊണ്ട് കവിഞ്ഞുപോയി. വർഷങ്ങൾക്ക് ശേഷം എക്സ്കവേറ്റേഴ്സ് അവിടെ ഖനനം ചെയ്യുമ്പോൾ വലിയ ഗേറ്റ്, ആ ഗേറ്റിന് മുമ്പിൽ അനേക അസ്ഥികൂടങ്ങളെല്ലാം കയ്യിൽ ഇരുമ്പ് കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആരാണ് നിങ്ങൾക്ക് മനസ്സിലായോ?
ബോംബെ നഗരത്തിന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ നിന്ന, കാവൽ നിന്ന, മുന്നറിയിപ്പ് കൊടുക്കാൻ നിന്ന കാവൽക്കാരായിരുന്നു അവർ. അവർക്ക് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് നാശം വരും. ഒന്നിൽ നമ്മുടെ കർത്താവ് വരും, ഇല്ലെങ്കിൽ നമ്മുടെ മരണം. രണ്ടായാലും യേശുവിനൊപ്പമായിരിക്കണം കേട്ടോ. കൈ ഉയർത്തിയാട്ടി ഒരു സ്തോത്രം. സമയം പെട്ടെന്നാണ് പോയത്. ഇതുപോലായിരിക്കും പോകുന്ന സമയം. സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഞാൻ അമേരിക്കയിൽ കോൺഫറൻസ് പ്രസംഗിക്കുമ്പോൾ ടൈം ഇസ് അറ്റ് ഹാൻഡ്, നൗ ഇസ് അറ്റ് ടൈം, സമയമെടുത്തു, ഇതാണ് സമയം എന്ന വിഷയം പ്രസംഗിച്ചു. 20 വിഷയങ്ങൾ കർത്താവിനോട് പറഞ്ഞു. ഒരു പുസ്തകമാക്കി, സമയമെടുത്തു എന്നൊരു പുസ്തകം. ഈ കാലഘട്ടത്തെ ജനത്തെ അറിയിക്കുവാൻ ഏൽപ്പിച്ച ദൂത്. അടുത്ത രാത്രി സമയമുണ്ടെങ്കിൽ ഞാൻ അതേക്കുറിച്ച് പറയാം. അതിലവസാനം ഞാനിങ്ങനെ പറഞ്ഞു നിർത്തി, വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ല എന്ന് വരരുത്. കൈ ഉയർത്തി ഒരു സ്തോത്രം. ഒരു വാക്യം വായിച്ചിട്ട് പുസ്തകം അടയ്ക്കാം. ആരും എഴുന്നേറ്റ് പോകരുത് കേട്ടോ. മലാക്കി പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു. മലാക്കി 3:1 വായിച്ചു. മലാക്കി 3:1 എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. അതാണ് ഇമിനന്റ്. നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് അവൻ വരും. അടുത്ത വാക്യം, ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളെ യഹോവയെ വിളിച്ചെയ്യുന്നു. എന്നാൽ അവൻ വരും ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവിടെയാണ് പ്രധാനം. ആര് നിലനിൽക്കും? ഓടുന്നവനെല്ലാം പ്രതിഫലമില്ല, ഓട്ടം തികയ്ക്കുന്നവനാണ് പ്രതിഫലം. യുദ്ധം ചെയ്യുന്നവർക്കെല്ലാം പ്രതിഫലമില്ല, യുദ്ധം ജയിക്കുന്നവനാണ് പ്രതിഫലം. എന്നവർക്ക് ശക്തിയോടെ കഴിഞ്ഞവർക്ക് സ്വാതന്ത്ര്യം ചെയ്യണം. ഒന്നും ആയില്ല, സമയമില്ല, പോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഫോക്ലാൻഡ് ദ്വീപിന് വേണ്ടി ബ്രിട്ടനും അർജന്റീനയും തമ്മിൽ ചെയ്ത യുദ്ധം. ബ്രിട്ടനിൽ വളരെ അകലെ കിടക്കുന്ന ഫോക്ലാൻഡിന് വേണ്ടി എൻ്റെ ഈ പ്രായങ്ങളൊക്കെല്ലാം ആ യുദ്ധം ഓർമ്മയുണ്ട്. ബ്രിട്ടൻ യുദ്ധം ചെയ്തു. ഒടുവിൽ ബ്രിട്ടൻ ആ യുദ്ധം ജയിച്ചു, അർജന്റീന പരാജയപ്പെട്ടു. ജയശീലതായി മടങ്ങി വരുന്ന ഭടന്മാരെ സ്വീകരിപ്പാൻ ഇംഗ്ലണ്ട് തോംസൺ തീരത്ത് വലിയൊരു സ്വീകരണ സമ്മേളനം ഒരുക്കി. ആ കപ്പൽ ദൂരവേ കണ്ടപ്പോൾ തന്നെ കാത്തിരുന്ന ആളുകൾ ഇങ്ങനെ കൈലേശമെടുത്ത് വീശാൻ തുടങ്ങി. കപ്പൽ തീരമടഞ്ഞപ്പോൾ അവരോരോരുത്തർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദീർഘനാളായി കാണാനുന്നവരെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് സ്വീകരിച്ചു. കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി ആ നല്ല സ്വീകരണ സമ്മേളനം. ആ അവസരത്തിൽ ഗൗരവയുക്തയായ ഒരു സഹോദരി തന്നെ 3 വയസ്സും 5 വയസ്സും പ്രായമായ 2 കുഞ്ഞുങ്ങളെ കയ്യിൽ പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് കൈലേശത്ത് ഇങ്ങനെ കണ്ണുനീരൊപ്പി നിന്നു. ആ യുദ്ധത്തിൽ പോയി മുറിവേറ്റ് മരിച്ചുപോയൊരു ഭടന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിരുന്നു. BBC-ക്ക് വേണ്ടി രംഗങ്ങളെല്ലാം ക്യാമറമാനിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് നേരെ ഇങ്ങനെ ഫോക്കസ് ചെയ്തു. അവസാനം 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന് നേരെ മൈക്രോഫോൺ കൊടുത്തിട്ട് ആ റിപ്പോർട്ടർ ചോദിച്ചു, മോനെ നിനക്ക് എന്തെങ്കിലും ഇപ്പോൾ രാഷ്ട്രത്തോട് പറയാനുണ്ടോ? ആ 3 വയസ്സുകാരൻ മൈക്ക് വാങ്ങി ഇങ്ങനെ പറഞ്ഞു, ഐ വിഷ് മൈ ഡാഡി വിത്ത് ദിസ് ഗ്രൂപ്പ്. ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഡാഡിയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു, എത്ര നല്ലതായിരുന്നു. മനസ്സിലായോ കാര്യം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുദ്ധമുന്നണിയിലാണ്. നമ്മൾ ഇങ്ങേ തീരം വിടും, നാം അങ്ങേ തീരത്തെത്തും. നമുക്ക് മുമ്പേ അക്കരെ നാട്ടിലെത്തിയ വിശുദ്ധ സംഘം നമ്മെ കാത്തോടെ നിൽക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിടെ നിൽക്കുന്നു. നാം അവിടെ ചെല്ലാതിരിക്കരുത്. ഓടിയനോ അധ്വാനിച്ച് മൃതാവാകല്ലേ. ഫിനിഷിംഗ് പോയിന്റിൽ വെച്ച് ട്രാക്ക് തെറ്റരുതേ. പഠിക്കൽ കൊടമുടച്ച് കളയരുതേ. താൽക്കാലികമായ നിത്യത കളയരുതേ. കഴിഞ്ഞ 30 വർഷമായി ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു. 2 TV ചാനലിലൂടെ ഞാൻ സുവിശേഷം അറിയിക്കുന്നു. എനിക്ക് വരുന്ന കോളുകൾ, മാതാക്കളുടെ കണ്ണുനീർ. അടുത്ത ദിവസം ഞാൻ പറയാതിനെ കുറിച്ചൊക്കെ സമയമുണ്ടേ. എവിടേക്കാണ് ഈ പോക്കെന്നറിയുന്നില്ല. നമ്മുടെ തലമുറയുടെ പോക്ക് എവിടേക്കെന്ന് അറിയുന്നില്ല. എനിക്ക് രാത്രി എന്നോട് പറയാനുള്ളത്, മണ്ണെ പ്രതി മാണിക്യം പിടിക്കണം. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടോ നാം ചെന്നിടുവാനാ? കാത്തുപാർക്കുന്നുണ്ടോ നാം ചേർന്നിടുവാനാ? അങ്ങനെ അനന്തകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂവി ആനന്ദകരം
സങ്കടമേ എല്ലാവരുടെ മുഖത്തേക്ക് നോക്കിയാണ്. നിങ്ങൾ പാടുന്ന പോലെ ഈ പാട്ട് എനിക്ക് പാടാൻ കഴിയാറില്ല. നിങ്ങൾ ഒരു പക്ഷേ യൂട്യൂബിലൊക്കെ കാണാം. 38,000 ആളുകൾ. ഞാൻ അമേരിക്കയിൽ വേറെ വിഷയം കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ച് അവസാനിക്കുമ്പോൾ ഒരു ഗായക സംഘം പാടി 38,000 ആളുകൾ ഈ പാട്ട് കണ്ടു കഴിഞ്ഞു. സ്തോത്രം. ഞാൻ ഈ പാട്ട് പാടുന്നത് രംഗം കണ്ടുകൊണ്ടാണ്. നിങ്ങൾ രംഗം കണ്ടുകൊണ്ട് പാടുന്നു. ഞാൻ നമ്മൾ പാടിയത് അക്കരെ നാളൊക്കെ വിശുദ്ധ സംഘക്കാർ കാത്തു പാർക്കുന്നുണ്ട് നാമം ചെയ്യുവാൻ. എങ്ങനെയാ ആനന്ദം പകരുന്നില്ലേ ഏറ്റവും ചെയ്തു വിളിച്ചിടുന്നു പോകാം നമുക്ക്. 7ാമത്തെ വയസ്സിൽ എൻ്റെ പപ്പയുടെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ കണ്ണുനീർ വാർത്തവനാണ്. ഈ പാട്ട് പാടുമ്പോൾ എൻ്റെ പപ്പ എന്നെ കാത്ത് അക്കരെ നാട്ടിൽ നിന്നു. ഞാൻ സഭാ ശുശ്രൂഷകൻ കൂടെയാണ്. ഞാൻ സഭയിൽ ശുശ്രൂഷ നിൽക്കുമ്പോൾ 4 കുഞ്ഞുങ്ങളുടെ അപ്പനായിരുന്നു കത്തോലിക്കയിൽ നിന്ന് വിശ്വാസം എന്നൊരു പുരോഹിതൻ എൻ്റെ ചർച്ചിൽ നിന്ന് മുമ്പിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം താഴേക്ക് പോകുന്നതായി എനിക്ക് തോന്നി. കർത്താവിനോട് മോനെ കൈ നീട്ടിക്കൊടുക്കാൻ. എൻ്റെ കൈകൾ നീട്ടിക്കൊടുത്ത് അദ്ദേഹം എൻ്റെ കയ്യിലേക്ക് വീണു. ഈ കയ്യിൽ നിന്ന് അദ്ദേഹം പർദീസിലേക്ക് പറന്നുപോയി. രാത്രി കണ്ണ് നനഞ്ഞിട്ട് വെള്ളത്തിൽ പോകാൻ. ഈ പാട്ട് പാടുമ്പോഴൊക്കെയും എൻ്റെ കയ്യിൽ നിന്ന് പർദീസിലേക്ക് പറന്നുപോയ ആ ദൈവദാസനെ ഞാൻ ഓർക്കും. എന്നെ കാത്ത് അദ്ദേഹം അവിടെ നിൽക്കുന്നു. എൻ്റെ യേശു അവിടെ നിൽക്കുന്നു. പോയി വരിക എന്ന് പറഞ്ഞ നമ്മൾ യാത്രയാക്കുന്നു. നമ്മുടെ പ്രാണപ്രിയനോടൊപ്പം അവർ നമ്മെ കാത്തുകൊണ്ട് നിൽക്കുന്നു. ഈ ലോകയിൽ വന്നിട്ട് ഒത്തിരി കാലമായിരിക്കാം. ഒരു പക്ഷേ നിന്റെ പാപ്പ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ നീ അവിടെ ഇല്ലായിരിക്കാം. നിന്റെ മമ്മി ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ നീ അവിടെ ഇല്ലായിരിക്കാം. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലോട് ചെല്ലുമ്പോൾ എയർപോർട്ടിൽ നമ്മളെ സ്വീകരിക്കാം പപ്പായും മമ്മിയൊക്കെ വരും അല്ലേ? നിങ്ങളെ കാണുമ്പോഴുള്ള കണ്ണ് നിറയോ ഇല്ലയോ? അതെന്തിനാ കണ്ണ് നിറയുന്നത്? നിന്നെ കണ്ടതിന്റെ സങ്കടം കൊണ്ടല്ല. ആ കണ്ണുതിന്റെ പേരാണ് ആനന്ദത്തിന്റെ കണ്ണുനീർ. അല്പനാള് കാണാതിരുന്നവരെ കാണുമ്പോൾ കണ്ണ് നിറയുന്നു. 20 വർഷം മുമ്പ് നീ യാത്രയാക്കിയതിന്റെ പപ്പായെ, 10 വർഷം മുമ്പ് നീ യാത്രയാക്കിയതിന്റെ മമ്മിയെ, നിന്റെ ഭാര്യയെ, നിന്റെ ഭർത്താവിനെ, നിന്റെ കുഞ്ഞിനെ, നിന്റെ മാസ്റ്ററെ കാണുമ്പോൾ എത്ര സന്തോഷം. ഇത് കേട്ട് മാനസാന്തരപ്പെട്ടില്ല. നീ എന്നാ ഇനി മാനസാന്തരപ്പെടാനിരിക്കുന്നത്? നാം ചെല്ലാതിരിക്കരുത്. എല്ലാവർക്കും ദിവസം എടുക്കാം. എല്ലാവർക്കും കർത്താവേ, നിന്റെ വരവെപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ മരണം എപ്പെടുന്ന എനിക്ക് അറിഞ്ഞു. രണ്ടായാലും ഞാൻ അങ്ങയോടൊപ്പമായിരിക്കണം. മണ്ണെ പ്രതിമാണിക്കും വഴിയുവാനിടയാക്കരുത്. താൽക്കാലിക നിത്യതകളയാക്കരുത്. എനിക്കെൻ്റെ യേശുവിനെ കാണണം. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം. എനിക്ക് അവനോടൊപ്പം വസിക്കണം. അതിനായി എൻ്റെ കർത്താവ് എന്നോട് എന്ത് പറഞ്ഞാൽ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. എന്ത് വലിച്ചെറിയാൻ പറഞ്ഞാലും ഞാൻ തയ്യാറാണ്. എന്നേറ്റെടുക്കാൻ പറഞ്ഞാൽ ഞാൻ തയ്യാറാണ്. എൻ്റെ രാത്രി എന്നെ അതിനായി സമർപ്പിക്കുന്നു പറയുന്നവർ മാത്രം കൈകൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കൊള്ളുക. യേശുവേ, എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ കാണണം. എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. എനിക്ക് എൻ്റെ യേശുവിനോടൊപ്പം വസിക്കണം. കണ്ണുകൾ നിറയട്ടെ. രാത്രി കൈ ഉയർത്തി പിടിക്കൂ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ ഓട്ടവും അധ്വാനവും ഉള്ളതാകരുതേ. മണ്ണിന് വേണ്ടി മാണിക്കപ്പെടിവാനിടയാകല്ലേ. വെളിപ്പെടുവാനുള്ള തേജസ്സിന് വേണ്ടി ഓടുവാനുള്ള ഒരുക്കണം. ഞങ്ങളുടെ മുമ്പിൽ എത്ര ദിവസം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. അത്ര ദിവസം യേശുവിനെ ഉയർത്തുവാൻ കൃപ തരണമേ. കർത്താവിന്റെ സാക്ഷിയാവാൻ ഞങ്ങൾ ഒരുക്കണമേ. നിന്റെ കരം ഇപ്പോൾ ഈ ജനത്തിന്മേൽ വ്യാപരിക്കുന്നവർക്ക് സ്തോത്രം.
നിന്റെ കരം ഈ ജനത്തെ തൊടുന്നോർത്ത് സ്തോത്രം. നിന്റെ ശക്തിയുടെ വ്യാപരിക്കുന്ന ഓർത്തങ്ങ് സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കൈ ഉയർത്തിയാട്ട് ദൈവത്തെ ബന്ധപ്പെടുത്താം. നമ്മൾ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. എല്ലാ ഞായറാഴ്ചയും 5 മണിക്ക് പൗർഷൻ ചാനൽ ഒത്തിരി ആളുകളോട് കേൾക്കാറുണ്ട്, വിളിക്കാറുണ്ട്. നിങ്ങൾ കേൾക്കുന്നില്ല, കേൾക്കണം. പൗർഷൻ ചാനലിൽ കിട്ടുന്നില്ലെങ്കിൽ നാട്ടിലെ 5 മണി എന്ന് പറയാൻ ഇവിടെ 2:30 മണിക്ക് ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. വിടുതൽ സന്ദേശം നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയണം. ഇപ്പോൾ നമ്മൾ പാടാൻ പോവുകയാണ്. എല്ലാവരും കണ്ണടച്ച് പാടണം. എത്ര നാളായി ഒന്ന് അന്യഭാഷ സ്തുതിച്ചിട്ട് അന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ കഴിഞ്ഞ 23 വർഷം മുമ്പ് വായിച്ചാനൊക്കെ അറിയാം. 23 വർഷം മുമ്പ് എൻ്റെ സ്നേഹിതർ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ കണ്ട ദോഹയ അവസ്ഥയൊന്നും അല്ലെന്ന്. എന്ത് കണ്ണുനീരായിരുന്നു നമുക്കൊക്കെ അല്ലേ? എന്ത് ആരാധനയായിരുന്നു. നിനക്ക് ദൈവം എല്ലാ സൗകര്യം തന്നപ്പോഴല്ലേ ഇതൊക്കെ പോയത്. ഒന്ന് ദിവസം കർത്താവെ നഷ്ടപ്പെട്ട ആത്മീയ സന്തോഷവും ആരാധനയും സ്നേഹവും ഒക്കെ തിരിച്ചു തരണേ എന്ന് കരഞ്ഞു തുടങ്ങുകയും കർത്താവിന്റെ വരവിന് മുമ്പ് നമുക്ക് ഉണർവുണ്ടാകണം. അതെല്ലാം ഉണ്ട്. പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. പരിശുദ്ധാത്മാവ് കാണുന്നത് എങ്ങനെ നിങ്ങളെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് രാത്രി ഒരു മടങ്ങിപ്പോക്ക് ആവശ്യമാണ്. ഒരു വലിയ ആത്മ വ്യാപാരം ഈ ഹോളിൽ നിറയട്ടെ. ഇവിടെ ആരാധിക്കുന്ന റൂമുകളിലേക്കൊക്കെ അത് വ്യാപിപ്പാനിടയാകട്ടെ. Deus
അയച്ചിടുന്നവാ നിധിയും കാവിലോനെ എന്നെ അയച്ചിടുന്നവാ നിധി കൈകൾ ഉയർത്തപ്പെടുകയെ താമസിക്കല്ലേ രാത്രി നമ്മുടെ ശുദ്ധ മനസ്സാക്ഷി ഉണർത്തി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ച നല്ല ആലോചനകൾക്കായി നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യുഗാവസാനത്തിന്റെ ലോകാവസാനത്തിന്റെ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങൾ നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു, നമ്മുടെ കാതുകൾ കൊണ്ട് കേൾക്കുന്നു. അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ തലകളെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് സമയത്തെ അറിയിക്കുന്നവരായി മധ്യസ്ഥത അണയ്ക്കുന്നവരായി മുന്നറിയിപ്പ് കൊടുക്കുന്നവരായി ഈ തലമുറയിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കാം. നമുക്ക് നമ്മെ തന്നെ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. ദൈവം തന്റെ അഭിഷേകത്തിനെ അധികാരത്തോടെ ഉപയോഗിച്ചുവല്ലോ. പിന്നെയും തന്റെ ദാസനെ ദൈവം ശക്തീകരിക്കട്ടെ. അനുഗ്രഹ സമൃദ്ധിയോടെ ദൈവം നമ്മെ അയക്കട്ടെ. നാം ഒരു വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൊന്നച്ചൻ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. Praise the Lord. Hallelujah, hallelujah. ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങളെ നീ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കൺവെൻഷൻ മഹായോഗത്തിന്റെ രണ്ടാമത്തെ രാത്രിയിലേക്ക് കടന്നു വരുവാനും കടന്നു വന്ന സമയം മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ചന്തമായി അവിടെ നടകൊണ്ടിരുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവേ.
ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാൻ ആമേനിന്റെ ഭക്തന്മാർ ഉപയോഗിച്ച കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ദാസനെ ഞങ്ങളുടെ മതിലേക്ക് അയച്ച് രാത്രി കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൈവത്തിന്റെ ആലോചന നിങ്ങൾ അറിയിച്ച കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ക്രൂശിന്റെ മറവിലൂടെ നിർത്തിയ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളെ കാവൽക്കാരാക്കി നിർത്തിയിരിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെയ്തെടുക്കുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ പിന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് നീ ഞങ്ങളെ പിന്നെ പണിതെടുക്കണമേ. അവിടുത്തെ ആവശ്യമായ കൃപകളാൽ ഞങ്ങളെ നിറച്ച് നിരന്തോറും ഞങ്ങൾ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഈ പഠനത്തിൽ ഞങ്ങൾ ജയത്തോടെ നടത്തുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇവിടെയുള്ള ദൈവസഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവഭക്തനായി പ്രാർത്ഥിക്കുന്നു, PMP മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവാകൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ സമാധാനത്തോടെ അവിടുന്ന് പറഞ്ഞയക്കുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. അവിടുത്തെ അഭിഷേകത്തിനെ ആമേനോടുള്ള ദിവസം കർത്താവേ, അവിടുന്ന് ശക്തമായി അവിടുന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. അധ്യക്ഷനായിരുവാൻ അവിടുത്തെ വിലപ്പെട്ട ദാസനെ നിരാശയുടെ വിലപ്പെട്ട കൃപകൾക്കായി സ്തോത്രം. അവിടുത്തെ വൃത്തിനെ പിന്നെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് സഹായിച്ചാട്ട് സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കും. പ്രാർത്ഥന യാചനയുടേതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ച കൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കാവലും അനുഗ്രഹങ്ങളും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കേൾക്കപ്പെട്ട വചനത്തോടും സൃഷ്ടികർത്താവിന്റെ ദാസനോടും കടന്നു പോകുന്ന ദൈവത്തോടും കൂടെ എപ്പോഴും വന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ പ്രതിഷ്ഠ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഈ രാത്രി നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, യോഗത്തിൽ കടന്നു വന്ന് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. യോഗം ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനോട്, വചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. രാവിലെ അതുപോലെ 9 മണിക്ക് ഇവിടെ വെച്ച് ആരാധന ഉണ്ടായിരിക്കും. നാളെ വൈകിട്ട് അതേ കൺവെൻഷൻ യോഗം ഉണ്ടായിരിക്കും. നാളെ നമ്മുടെ കൺവെൻഷന്റെ സമാപന യോഗമാണ് എന്നുള്ള വസ്തുത ഓർപ്പിക്കുന്നു. 7 മണിക്ക് തന്നെ ദൈവം അനുവദിച്ചാൽ പ്രാർത്ഥിച്ച് നമ്മുടെ യോഗം ആരംഭിക്കും നാളെ വൈകിട്ട് എന്നുള്ള വസ്തുത ഓർപ്പിക്കുന്നു. അതുപോലെ ഡിസംബർ 1, 2, 3 ദിവസങ്ങളിൽ ഇവിടെ വെച്ച് തുടർന്ന് അതേ പാസ് ബി മോനച്ചൻ ബൈബിൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും എന്നുള്ള വസ്തുതയും പൊതുവിന്റെ അറിവിനായിട്ട് തന്നെ ഓർപ്പിക്കുന്നു. സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. സന്തോഷത്തോടെ നമുക്ക് മടങ്ങി പോകാം. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കും. വാഴ്ത്തും